ചില ആളുകൾ ഇന്നലെയോ മിനിഞ്ഞാന്ന് ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, അന്നത്തെ ബിരിയാണി ചെമ്പിന് പകരം ഏതെങ്കിലും പെൺകുട്ടികളെ കെട്ടിച്ചാ പോരെ, ഈ കാണുന്ന ലൈറ്റുകൾക്ക് പകരം ഏതെങ്കിലും സാധു സംരക്ഷണ സമിതിയിലേക്ക് സംഭാവന കൊടുത്താൽ പോരെ. അതൊന്നും സാധുക്കളോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതല്ല, ഇതിനോടുള്ള വെറുപ്പ് കൊണ്ടും പ്രവാചകനോടുള്ള മദ്ഹുമായിട്ടുള്ള ഈർഷത കൊണ്ടും ഹബീബായ പ്രവാചകനുമായി അന്തരംഗത്തിൽ അടയാളപ്പെടുത്തിയിട്ടില്ലാത്ത അനുരാഗത്തിന്റെ ആ ഒരു അനുരാഗത്തോടുള്ള അകൽച്ച കൊണ്ടുമാണ് ആ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ കുറ്റപ്പെടുത്താൻ പറയല്ല, ഞാൻ കുത്തി നോവിക്കാൻ പറയല്ല, ആരെയും കളിയാക്കാൻ പറയല്ല. ഇങ്ങനെ ഒരു ഈർഷതയുള്ള ആളുകൾ ഈ നാട്ടിലുണ്ടോ ഇല്ല എന്ന് എനിക്ക് വ്യക്തമല്ല. പക്ഷെ വിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാ, ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജന്മദിനം വരുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള വർണ്ണാഭമായ കാഴ്ചകൾ ഒരുക്കുമ്പോൾ ഹബീബായ പ്രവാചകനോടുള്ള മഹബത്ത് ഉള്ളിൽ ഉള്ളതുപോലെ പുറത്ത് മനോഹരമായി അതിനെ വിധാനിക്കുമ്പോൾ അതൊരു പക്ഷേ തോരണങ്ങളാകാം, ലൈറ്റുകളാകാം, ആർച്ചുകളാകാം, എന്തുമാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അഇമ്മത്ത് വളരെ കൃത്യമായി അതിനെക്കുറിച്ചൊക്കെ മാർഗരേഖ വരച്ച് കാട്ടിയിട്ടുണ്ട്. ഒരു ദിർഹം ഒരാൾ ചെലവഴിച്ചാൽ, ആരാ പറയുന്നത്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മൗലിദുമായി ബന്ധപ്പെട്ട് ഒരു ദിർഹം ഒരാൾ ചെലവഴിച്ചാൽ, എൻ്റെ വകയല്ല, ഹാഫിദ് സുയൂത്തി ഇമാം റളിയല്ലാഹു തആല അൻഹു 9-ാം നൂറ്റാണ്ടുകാരൻ അല്ലെങ്കിൽ 10-ാം നൂറ്റാണ്ടുകാരനാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ 600ഓളം ഗ്രന്ഥങ്ങള് തങ്ങൾ പറയുന്നു. തൻ്റെ താരീഖ് മിസ്റിൽ കാണാം, എൻ്റെ വകയല്ല, 600ഓളം ഗ്രന്ഥങ്ങള് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി സമർപ്പിച്ച മഹാനായ ഹാഫിദ് സുയൂത്തി റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ആളുകൾ, അവർക്ക് ഊർജം കൂട്ടിക്കൊണ്ട്, അവർക്ക് ആവേശം നൽകിക്കൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 1-ാമത്തെ പടനായകനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, നമുക്ക് നാളെ പരലോകത്തിൽ അവരെ കണ്ടുമുട്ടാനുള്ള ആളാ. പാനൂരിലുള്ള ഏതെങ്കിലും അബൂബക്കറിനെ കുറിച്ചല്ല പറയുന്നത്, ഹബീബായ പ്രവാചകനോടൊപ്പം സദാസമയം നിഴല് പോലെ സഞ്ചരിച്ച സഹാബിയ, നമുക്ക് നാളെ പരലോകത്തിൽ കണ്ടുമുട്ടാനുള്ള മഹാന. ഹബീബായ പ്രവാചകനിലേക്ക് എത്താൻ ഒരു വസീലയാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, മൻ അൻഫഖ ദിർഹം അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന റഫീഖി ഫിൽ ജന്ന. ഒരാൾ ഒരു ദിർഹം ചെലവഴിച്ചാൽ ആ ദിർഹം അന്ന് പെണ്ണിനെ കെട്ടിക്കാൻ എടുക്കണ്ട, ആ മൗലിദുമായി ബന്ധപ്പെട്ട്, മൗലിദാഘോഷവുമായി ബന്ധപ്പെട്ടെടുക്കുന്ന ആ പൈസകളുണ്ടല്ലോ, അന്നേരം പെണ്ണിനെ കെട്ടിക്കണമെന്ന് പറയുന്ന ആളുകള്, ആ സമയം മാത്രം സാധുക്കളെ സഹായിക്കണമെന്ന് പറയുന്നവര്, അവരുടെ വീട്ടിലുള്ള പെൺമക്കളെ കെട്ടിക്കുമ്പോൾ ബിരിയാണി ചമ്പുകൾ കൊണ്ടുപോയി കുടിച്ചിട്ടാലും അന്ന് സാധുക്കളെ പെൺകുട്ടികളെ കെട്ടിക്കണ്ട. അവർക്ക് എത്ര ലോഡ് ബിരിയാണി കൊണ്ടുപോയി വേസ്റ്റ് ആക്കിയാലും ഒരു സാധുവിനെയും അന്ന് സഹായിക്കണ്ട. എത്രത്തോളം കിലോ കണക്കിന് സ്വർണം പ്രിയപ്പെട്ട മകൾക്ക് അടുത്ത ആളിനോട് മത്സരം നടത്തിയിട്ട് ജുവലറിയുടെ പരസ്യം പോലെ സ്വർണം തൂക്കിയാലും അതിൽ നിന്നൊരു പണവട സ്വർണം അടുത്ത് ജീവിക്കുന്ന 30-35 വയസ്സ് തികഞ്ഞ തൻ്റെ അയൽക്കാരിയായ പെൺകുട്ടിക്ക് കൊടുക്കണ്ട. അന്നവൻ്റെ വീട് മുതൽ പരിസരം മുതൽ ലക്ഷങ്ങൾ പൊടിപൊടിക്കുമ്പോൾ, മൈലാഞ്ച് കല്യാണം നടത്തുമ്പോൾ, അതുപോലെ മഞ്ഞ കല്യാണം എന്നൊരു മുസീബത്ത് ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. 3 ദിവസത്തെ കല്യാണം വെച്ചിട്ട് കോടികൾ പൊടിപൊടിക്കുമ്പോൾ അന്നൊന്നും ഈ സാധുക്കളോട് അവന് സ്നേഹമില്ല. ഈ പറയപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കണമെന്ന ചിന്തയില്ല. ഒരു പട്ടിണി പാവങ്ങളുടെയും കണ്ണുനീരിന്റെ ഉപ്പുരസം അന്നവൻ അറിയുന്നില്ല. റബീഉൽ അവ്വൽ വരുമ്പോൾ ഇങ്ങനെ ചില അവശബ്ദങ്ങൾ അപ്പോൾ സാധുക്കളെ സഹായിക്കണമെന്ന് പറയുന്നവരുടെ ചേതോവികാരവും വഞ്ചനാത്മകമായ നിലപാടും മുസ്ലിം സമുദായം മനസ്സിലാക്കണമെന്ന് ഞാൻ ആർജവത്തോടെ പറയുകയാ. എൻ്റെ പ്രിയപ്പെട്ടവര്, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാ മറ്റു പല സദസ്സുകളുമായി ബന്ധപ്പെട്ട് സ്വലാത്തിന്റെ ആർജവത്തെക്കുറിച്ച്, ആ സ്വലാത്ത് ഉറച്ചു ചെല്ലണമെന്ന് പറയുന്ന ഊർജത്തെക്കുറിച്ച് പറയുന്നതിനേക്കാൾ അൽഹംദുലില്ലാ പാനൂരുകാർ ഒരു പടി മുന്നില. ഒരുപാട് പറയാതെ ആവർത്തിക്കാതെ അതാ മനസ്സ് നിറച്ച് സ്വലാത്ത് ചെല്ലുന്നവരാ. ഒന്നും കൂടി ചെല്ലന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രമുറങ്ങുന്ന മണ്ണിൽ പുതിയ ഒരു ചരിത്രം തുന്നിച്ചേർത്തുകൊണ്ട് അള്ളാന്റെ ഹബീബിന്റെ ഹളറത്തിലേക്ക് ഉറച്ചു ചെല്ല് ചെറുപ്പക്കാരാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സഞ്ചരിച്ച മഹാനായ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ പടനായകനും 20 ഭൗതിക സാമ്രാജ്യത്തിന്റെയും ഒരു ആത്മീയ സാമ്രാജ്യത്തിന്റെയും ചെങ്കോലുവാണ് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ഉറച്ച് സിന്ദാബാദ് വിളിച്ചോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. പറഞ്ഞത് എന്താണെന്നറിയുമോ? മൻ അൻഫഖ ദിർഹമൻ മൻ അല്ലമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് അഹ്യൽ ഇസ്ലാം. ഒരാൾ ഹബീബായ പ്രവാചകന്റെ മൗലിദിനെ മാനിച്ചാൽ, അതുമായി ബന്ധപ്പെട്ട പരിപാടികളെ ബഹുമാനിച്ചാൽ, അതിന് മൂല്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ അള്ളാഹുവിന്റെ റസൂല് സ്വർഗത്തിലാണെന്ന് പറഞ്ഞ സ്വർഗത്തിൽ ഒരു കൊട്ടാരം തന്നെ മിഅ്റാജിന് കണ്ട നബി ഉമറുൽ ഫാറൂഖ് തങ്ങളോട് പറയുമ്പോൾ അത് കേട്ട് ഉമർ തങ്ങൾ കരഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ പാവപ്പെട്ട ഉമറിന് സ്വർഗത്തിൽ ഇപ്പോഴേ കൊട്ടാരമുണ്ടോ നബിയെ എന്ന് പറയുമ്പോൾ അത്രമേൽ പരിശുദ്ധിയുടെ ഔന്നത്യങ്ങളിലേക്ക് കടന്നുപോയ ഉമർ തങ്ങളാ പൊന്നുമോനെ പറയുന്നത്, ഒരാൾ മൗലിദിനെ ബഹുമാനിച്ചാൽ, അതുമായി മുമ്പോട്ട് പോയാൽ ഫഖദ് അഹ്യൽ ഇസ്ലാം, അവൻ അല്ലാഹുവിന്റെ ദീനിനെ മാനിച്ചവനാ. കാരണം മൗലിദിൽ ആരുടെ മദ്ഹ പറയുന്നത്? ഏതെങ്കിലും രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്ക് വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ വാചാലമായി പറയുന്ന ഗ്രന്ഥമല്ല മൗലിദിന്റെ കിതാബുകള്. ഏതെങ്കിലും രാഷ്ട്രീയ പ്രമുഖർക്ക് വേണ്ടിയല്ല ശബ്ദിക്കുന്നത്. ഏതെങ്കിലും കലാകായിക രംഗങ്ങളുടെ ഉച്ചസ്ഥായിലെത്തി ഏതെങ്കിലും വ്യക്തി പ്രഭാവങ്ങളെന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയല്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി തന്ന പ്രവാചകന്റെ മദ്ഹ് ചൊല്ലുമ്പോൾ അവൻ ഫഖദ് അഹ്യൽ ഇസ്ലാം. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുന്നു, അവൻ ഇസ്ലാമിനെ പുൽകിയവനാ, അവൻ ഇസ്ലാമിനെ ഹയാത്താക്കിയവനാ, അവൻ ഇസ്ലാമിന് പുതുജീവൻ കൊടുത്തവനാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ പ്രവാചകന്റെ പ്രിയപ്പെട്ട മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ. ഉസ്മാൻ തങ്ങളെ കുറിച്ച് എത്ര പറഞ്ഞാലും മദ്ഹും മഹത്വവും തീരുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ തങ്ങൾ പറയുകയാ, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫകഅന്നമാ ശഹീദ ഗസ്വത ബദ്രിൻ വഹുനൈൻ. ഒരാൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹും മൗലിദിനുമായിട്ട് ഒരു ദിർഹം ചെലവഴിക്കാൻ തയ്യാറായാൽ, 10 ചെറുപ്പക്കാരാ, ഒരു ചില്ലി പൈസ നിനക്ക് ചെലവഴിക്കാൻ പറ്റിയാൽ, ഉസ്മാൻ തങ്ങൾ പറയുകയാ, ഫകഅന്നമാ ശഹീദ ഗസ്വത ബദ്രിൻ വഹുനൈൻ. അല്ലാഹുവിന് വേണ്ടിയിട്ട് അടർക്കളത്തിൽ പോരാട്ടം നടത്തിയ, വീരേതിഹാസം രചിച്ച, ബദറിൽ പങ്കെടുത്തവരെ പോലെയാ, ഹുനൈനിൽ പങ്കെടുത്തവരെ പോലെയാ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മൗലിദാഘോഷവുമായി ബന്ധപ്പെട്ട് സ്വഹാബികൾക്ക് പറയാനേറെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു, നഈമിയുടെ വാക്കല്ല, ഹാഫിദ് സുയൂത്തി ഇമാം തങ്ങൾ പറഞ്ഞു തരുകയാ, അലിയുൽ മുർത്തള, ലോക വനിതകളുടെ നേതൃമതിയെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുണ്ടല്ലോ, അവിടുത്തെ പ്രിയപ്പെട്ട പ്രാണപ്രയസ്തനാകുന്ന അലിയാർ തങ്ങളുണ്ടല്ലോ, അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ, ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണെങ്കിൽ ആ വിജ്ഞാന പട്ടണത്തിലേക്ക് കടക്കാനുള്ള കവാടം എൻ്റെ അലിയാണെന്ന് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ആ അലിയാർ തങ്ങൾ എന്താ മൗലിദിനെ കുറിച്ച് പറഞ്ഞതെന്നറിയുമോ? മൻ അല്ലമ മൗലിദൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം വകാന സബബൻ ലിഖിറാഅതിഹി ലാ യദ്ഖുലു ലാ യഖ്റുജു മിനദ് ദുനിയാ ഇല്ലാ ബിൽ ഈമാൻ ലാ യഖ്റുജു മിനദ് ദുനിയാ ഇല്ലാ ബിൽ ഈമാൻ വയദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അനുരാഗവുമായി ബന്ധപ്പെട്ട് വിശ്വത്തിന്റെ അഷ്ടദിക്കുകളിൽ ഇഷ്ടത്തിന്റെ ഇതിഹാസം തീർത്ത, സ്നേഹ സാഫല്യങ്ങളുടെ സുവർണ തീരങ്ങളിൽ സ്നേഹ സായുജ്യത്തിന്റെ സായാഹ്നങ്ങൾ തീർത്ത ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ജീവിതത്തിന്റെ ഭാഗവും ഭാഗതയുമാക്കി മാറ്റിയ ആളുണ്ടല്ലോ. അയാൾക്ക് കിട്ടുന്ന ഓഫർ അലിയാർ തങ്ങൾ പറയുകയാ, ഈമാനില്ലാതെ അയാൾ മരിക്കൂല. മൗത്താകുന്ന സമയത്ത് റഹ്മത്തിന്റെ മലക്കുകളാ ആഷിഖിന്റെ ചുറ്റും കൂടും കേട്ടോ. കാരണം അവൻ ഹബീബായ പ്രവാചകനെ പരിഗണിച്ച ആളാ, അള്ളാന്റെ റസൂലിനോടുള്ള മഹബത്ത് കൊണ്ട് നടന്ന ആളാ, റസൂലുള്ളാന്റെ മൗലിദിന് വേണ്ടി സമയം ചെലവഴിച്ച ആളാ. മാത്രമല്ല ഹിസാബ് കൂടാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് അലിയാർ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിസ്സാരമായ ഒരു അമലല്ല നമ്മൾ ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാ ഞാൻ ഇതിൻ്റെ പ്രാരംഭ ദശയിൽ ആദ്യ ഭാഗമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹു നമുക്ക് വേണ്ടതുപോലെ ഹബീബിന്റെ പേരിൽ മരണം വരെയും ഒരുപാട് മൗലിദ് പാരായണം ചെയ്യാൻ, ഒരുപാട് മദ്ഹുകൾ ചെല്ലാൻ, ഒരുപാട് ബുർദകൾ ചെല്ലാൻ, ഒരുപാട് സ്വലാത്തുകൾ ചെല്ലാൻ പറ്റുമെങ്കിൽ ഹബീബായ പ്രവാചകന്റെ പരിശുദ്ധമായ ചാരത്തൊന്നു പോകാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അതാ അനുരാഗത്തിന്റെ അലമാലകൾ തീർത്തുകൊണ്ട് പരിശുദ്ധമായ മദീനയിൽ പുണ്യ റബീഉൽ അവ്വൽ ലക്ഷങ്ങൾ ഇങ്ങനെ അതാ കോരിച്ചൊരിയുന്ന അനുരാഗ കണ്ണുനീരുമായി പരിശുദ്ധമായ റൗളയുടെ പരിസരത്ത് ശലഭങ്ങളായി പാറിപ്പറക്കുമ്പോൾ, റസൂലുള്ളാന്റെ മദ്ഹ് ചെല്ലുമ്പോൾ, റസൂലുള്ളാനോട് സ്വലാത്ത് ചെല്ലുമ്പോൾ, റസൂലുള്ളാനോട് സലാം പറയുമ്പോൾ, ആ ചാരത്ത് പോയി നിന്നൊരു സ്വലാത്ത് സലാം ചെല്ലാൻ അല്ലാഹു നമുക്ക് ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂലിനെ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കിനാവിൽ കാണാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൗത്ത് എന്തായിരുന്നാലും ഒരു മൗത്തുണ്ട്, അത് പരിശുദ്ധമായ മദീനയിലാകാൻ ഈ സദസ്സ് അല്ലാഹു കാരണമാക്കുമാറാകട്ടെ. പരിശുദ്ധമായ ജന്നത്തുൽ ബഖീഇൽ 6 അടി മണ്ണ് റബ്ബ് നമുക്ക് ഓശാരമായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില്ലറ കാര്യത്തിനല്ല നമ്മൾ ഈ കിടന്നു പെടാപ്പാടുപെടുന്നത്, ഓടുന്നത്. പള്ളിയിലെ പരിസരത്ത് സദസ്സുകളായി അങ്ങനെയായി ഇങ്ങനെയായി. ലൈറ്റായിരുന്നാലും കൊള്ളാം, തോരണമായിരുന്നാലും കൊള്ളാം. തോരണത്തിൻ്റെയും ലൈറ്റിൻ്റെയും പ്രത്യേകം ലഫ്ളുകൾ തന്നെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ആ ഒരു വിഷയമൊന്നുമല്ല, കാരണം ആ വിഷയത്തിൽ സംശയമുള്ളവരും നമ്മുടെ നാട്ടിലില്ല. എങ്കിൽ ഈ മൗലിദ് ചെല്ലുമ്പോൾ ഇത്രയും വലിയ പ്രതിഫലമാണല്ലോ റബ്ബെ, ഹബീബിൻ്റെ സദസ്സിലിരിക്കുമ്പോൾ ഇത്രയും വലിയ പ്രതിഫലമാണല്ലോ എന്നിരിക്കുന്നവർക്ക് അഫ്ളലു ഹാലിൻ വനിലാം, ആ പറഞ്ഞതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ഊർജം കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷണത്തിൻ്റെ ആദ്യ ഭാഗമായിട്ട് ഞാൻ ബോധപൂർവം ഉൾപ്പെടുത്തിയത്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ, ആ പുണ്യപ്രവാചകനോടുള്ള, ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ സാഹചര്യം നോക്കിയാൽ ഈ സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റായ വിഭാഗമാകുന്ന നമ്മുടെ യുവാക്കൾ ഈ സമുദായം എന്തെന്ന് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ളവരാ. ഈ സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെമ്പർമാരാ. ഇപ്പം പ്രായമുള്ളവർ വിചാരിക്കും ഞങ്ങൾ മെമ്പർമാരല്ലേ, കുട്ടികൾ വിചാരിക്കും ഞങ്ങളും പരിശുദ്ധമായ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരല്ലേ. പക്ഷെ അവർക്കൊന്നുമില്ലാത്ത ക്വാളിറ്റിയാണ് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം, യുവതികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിൻ്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വകവെച്ച് കൊടുത്തിട്ടുള്ളത്. അവർക്കൊന്നുമില്ലാത്ത ക്വാളിറ്റിയാ. കാരണം എന്താ? ആ സമയം കൊണ്ട് ആ സ്വർഗം വാങ്ങാനുള്ളത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സമയമായ എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ കഴിഞ്ഞു കിടക്കുന്ന യുവത്വം, ആ മനോഹരമായ യുവത്വത്തെ നഷ്ടപ്പെടുത്തിയാൽ ജീവിതത്തിൽ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും
അവന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടമാണ് അവൻ അള്ളാഹു കൊടുത്ത ആർജവും ഊർജവും തന്റേടവും ഉത്സാഹവും ചോരത്തിളപ്പവും എല്ലാമുള്ള ആ യുവത്വം അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് കൊടുക്കാൻ തയ്യാറാകാത്തവനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ പള്ളിയിൽ നിന്നും ബാങ്ക് കേൾക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം, അതിന് മറുപടി കൊടുക്കാത്തവളെ സംബന്ധിച്ചിടത്തോളം എന്ത് കാരണം പറഞ്ഞാലും രക്ഷയില്ല, എന്ത് കാരണം പറഞ്ഞാലും രക്ഷയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഇമ്മത്ത് പഠിപ്പിക്കുന്നത് 3 സമയങ്ങളിൽ ആ ഹദീസ് കാണാം. 3 സമയങ്ങളിൽ മാത്രമാണ് കലം താഴെ വെക്കുന്നത് എന്ന് പറഞ്ഞാൽ ചോദ്യമില്ലാത്തത് 3 സമയങ്ങളിൽ മാത്രമാ. അല്ലാത്ത എല്ലാ സമയത്തും എന്റെ പ്രിയപ്പെട്ടവരെ നന്മ തിന്മകളെ എഴുതപ്പെട്ടുകൊണ്ടിരിക്കും. അല്ലാഹു നന്മയുടെ സുഹൃതങ്ങളുടെ വെളിച്ചത്തിന്റെ കൂട്ടുകാരായി ജീവിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, റുഫിഅൽ ഖലമു അൻ സലാസ, 3 സമയങ്ങളിൽ എഴുത്ത് നിർത്തും. അങ്ങനെയുള്ള രേഖപ്പെടുത്തലുകൾ ഉണ്ടാവൂല, പടച്ചവന്റെ ചോദ്യം ഉണ്ടാകൂല. അതിലൊരു സമയം ഏതാണെന്നറിയുമോ? അലന്നാഇമി ഹത്താ യസ്തൈഖിള വഅനിസ്സബി ഹത്താ യഹ്തലിമ വഅനിൽ മജ്നൂനി ഹത്താ യഅഖുല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന 3 സമയം ഏതാ? അവൻ ഉറങ്ങുന്ന സമയം, അവൻ ഉണരുന്നത് വരെ അവനിക്ക് കുറ്റമില്ല. ഉറക്കത്തിൽ എന്ത് കാണിച്ചാലും പടച്ചവൻ എഴുതൂല. കാരണം അവന് സ്വയബോധം നഷ്ടപ്പെട്ടു പോയ ആളിനെ പോലെയാ. രണ്ടാമതെപ്പോഴാ? കുട്ടിത്തത്തിൽ സംഭവിച്ചു പോയ, ബാല്യത്തിൽ സംഭവിച്ചു പോയ ചാബല്യങ്ങൾ അല്ലാഹു അത് പാതകമായി കണക്കാക്കൂല. പക്ഷേ പ്രായപൂർത്തി എത്തുന്നത് വരെ അതിനെ പരിഗണിക്കുന്നത്. മാത്രമല്ല, വഅനിൽ മജ്നൂനി ഹത്താ യഅഖുല, ഭ്രാന്തുള്ള ആളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ അയാൾക്ക് വട്ടാണല്ലോ, റോഡിലൂടെ എന്തെല്ലാമോ പറഞ്ഞു നടക്കുകയാണല്ലോ, അയാളൊന്നും കഴിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ നജസ് പുരണ്ട ശരീരവുമായി വസ്ത്രവുമായി നടക്കുകയാണല്ലോ, ആളുകൾക്ക് അയാളോട് വെറുപ്പാണല്ലോ, ആളുകൾക്ക് അയാളോട് ഭയമാണല്ലോ. പക്ഷേ സൃഷ്ടിച്ച സംവിധാനിച്ച ഉടമസ്ഥനായ അല്ലാഹ് അവന് വെറുപ്പില്ല, അവന് ദേഷ്യമില്ല. അവനാ ബുദ്ധി പോയ ആളിനോട് അല്ലാഹുവിന് വലിയ ഇഷ്ടമാ പൊന്നുമോര്. കാരണം അല്ലാഹു 10,000-ൽ ഒരാളിനെ 1,00,000-ൽ ഒരാളിന് ബുദ്ധിമാന്ദ്യം കൊടുക്കുമ്പോൾ പടച്ചവന് അവനോട് ദേഷ്യമുണ്ടായത് കൊണ്ടല്ല, അല്ലാഹുവിന് അവനോട് എന്തെങ്കിലും വെറുപ്പുണ്ടായത് കൊണ്ടല്ല. ഈ പറയപ്പെട്ട ബാക്കിയുള്ള ആളുകള് ലക്ഷക്കണക്കിന് ആളുകൾക്കൊരു പാഠമാകാനാ. അങ്ങനെ കൊടുത്തതിന്റെ പേരിൽ അയാൾക്കൊരു നഷ്ടവും വരൂല്ലെന്ന് മാത്രമല്ല, സ്വർഗതീരത്ത് ടിക്കറ്റ് കിട്ടുമ്പോൾ ആദ്യമായി ടിക്കറ്റ് വാങ്ങുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളാ. ഔ കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 സമയത്ത് പേനകത്ത് വെക്കും. ഒന്ന് ഉറങ്ങുന്ന സമയം, ഉണരുന്നത് വരെ. ശ്രദ്ധിച്ചോ. ഇവിടെയുള്ള ആളുകൾ മാത്രമല്ല, എൻ്റെ ശബ്ദം ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗത്ത് നിന്ന് ഓൺലൈൻ സംവിധാനത്തിലൂടെ കേൾക്കുന്നുണ്ടോ അവരും ശ്രദ്ധിച്ചോ. ഉറങ്ങുന്ന സമയത്ത് പടച്ചോൻ ഹിസാബ് എടുക്കൂല, പേടിക്കണ്ട. എന്നാൽ പിന്നെ രാവിലെ മുതൽ രാത്രി വരെ ആ പരിപാടി അങ്ങ് നടത്താമെന്ന് വിചാരിക്കേണ്ട, നടക്കുന്ന കാര്യമല്ല. അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ. രണ്ടാമത്തെ വിഷയം, എൻ്റെ പ്രിയപ്പെട്ടവരെ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിഷമിക്കാനില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമിക്കാനില്ല. പക്ഷേ മാതാപിതാക്കൾക്ക് അപ്പോഴും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവല്ല. ഇതാ വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത്, ശരിക്കും മനസ്സിലാക്കണം. 7 വയസ്സായാൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് നിസ്കരിക്കാനുള്ള ഒരു ബോധവും വരൂല. പക്ഷെ നല്ല ബോധമുള്ള മാതാപിതാക്കള് 7 വയസ്സുള്ള കുട്ടികളെ കൊണ്ട് നിസ്കരിപ്പിക്കണം. അവനോട് നിസ്കരിക്കാത്തതിന്റെ ഉത്തരവാദിത്തം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്നതോ ഹത്താ യഹ്തലിമ, അവൻ പ്രായപൂർത്തി എത്തുന്നത് വരെ. അത് 14 വയസ്സാകാം, 15 ആകാം. 15 വേറെ പ്രത്യേകിച്ച് പ്രായപൂർത്തിയുടെ അടയാളങ്ങളൊന്നും കണ്ടില്ലെങ്കിലും 15 വയസ്സായാൽ ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ അവൻ പ്രായപൂർത്തി എത്തിയ ആളാ. 14 വയസ്സിൽ പ്രായപൂർത്തി അടയാളം കണ്ടാലോ അവൻ 15 തികയാൻ നിൽക്കണ്ട, 14-ാമത്തെ വയസ്സിൽ അവൻ പ്രായപൂർത്തി എത്തിയ ആളാണ് ഇസ്ലാമിക ദൃഷ്ടിയിൽ.
ഇസ്ലാമിന് വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള മതമാണ്. അള്ളാന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്ക് വിജയിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും വളരെ കൃത്യമായി ലോകത്തിന് സമ്മാനിച്ചു പോയൊരു നേതാവാ. ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് മിക്സ് ചെയ്ത് പറയും. കാരണം ഈ റബീഉൽ അവ്വൽ മാസമായിട്ട് ഏത് മാറ്റർ പറഞ്ഞാലും ഹബീബിനെ തൊടാതെ പോകാൻ പറ്റുമോ? എന്നാലേ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചായിരുന്നു എൻ്റെ നാട്ടിൻ്റെ പരിസരത്ത് പ്രഭാഷണം ഉണ്ടായിരുന്നത്. മദ്ഹുർ റസൂൽ പ്രഭാഷണമായിരുന്നു. ഞാനതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഏത് വിഷയം പറയുമ്പോഴും വളരെ കൃത്യമായിട്ടൊരു ചാർട്ട് എൻ്റെ മുമ്പിൽ ഉണ്ടാകും. എങ്ങനെ തുടങ്ങണം, അതിൻ്റെ മധ്യഭാഗം എങ്ങനെ കൊണ്ടെത്തിക്കണം, അതിൻ്റെ കൺക്ലൂഷൻ എങ്ങനെ ഉണ്ടാകണം, വളരെ കൃത്യമായി ചിന്തിച്ചുകൊണ്ടാ പറയുക. പക്ഷെ അള്ളാന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുമ്പോൾ എവിടെ തുടങ്ങണം, എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ആ പറുദീസ പോലുള്ള വിഷയത്തെക്കുറിച്ച് ഒരിക്കലും പ്രവചിക്കാനോ മുൻകൂട്ടി തയ്യാറാക്കുവാനോ ഒന്നും സാധ്യമല്ല. അങ്ങനൊരു നേതാവാ നമ്മുടെ നേതാവ്. ഹൃദയം കൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കോ. നമുക്ക് ഇൻഷാ അല്ലാഹ് മരിക്കുന്നതിന് മുമ്പ് ഹബീബിനെ കാണാൻ കണ്ടവർ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ിൽ കാണാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഒരുപാട് ആളുകൾ അതിനു വേണ്ടിയിട്ട് നിയത്ത് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി സ്വലാത്ത് ചെല്ലുന്നുണ്ട്. സ്വലാത്ത് ചെല്ലാൻ ഇനി വിനീതം പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ പല ആളുകളും കണ്ടത് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവസരോചിതമായി ഹബീബായ പ്രവാചകനെ കണ്ടത് നമുക്ക് പറയാം. ഞാൻ പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. ചെറുപ്പക്കാരാ, നിനക്ക് അല്ലാഹു തആല എന്ന യുവത്വം, ആ യുവത്വം നഷ്ടപ്പെട്ടു പോയാൽ, ആഫിയത്തുള്ള ആ സമയം നഷ്ടപ്പെട്ടു പോയാൽ, ആർജവമുള്ള ആ സമയം നഷ്ടപ്പെട്ടു പോയാൽ അതിനെ പരിഹരിക്കാൻ പ്രപഞ്ചത്തിൽ കോടികളുടെ കെട്ടുകൾക്ക് കഴിയയില്ല പൊന്നുമോനെ. ജീവിതത്തിൽ അള്ളാഹു വിരുന്നു പോലെ വന്ന് അങ്ങ് മടക്കിയെടുക്കുന്നൊരു സംഭവമാണ്. വളരെ സ്പീഡിന് അങ്ങ് പോകും. നമ്മൾ വിചാരിക്കും ഇപ്പം നല്ല മസിൽ പവറുണ്ട്, നല്ല ട്രൈസും ബേസും ഫോറാമും വിങ്സും ചെസ്റ്റും കപ്പ് ആൻഡ് ഷോൾഡറും അതുപോലെ നല്ല പാർട്സൊക്കെയായി നല്ല ബോഡിയൊക്കെ അങ്ങോട്ട് വിരിച്ച് ഇങ്ങനെ അങ്ങോട്ട് ബൈക്കിലൂടെ പാനൂരിൻ്റെ ചെറിയ റോഡിലും അപ്പുറത്തുള്ള വലിയ റോഡിലുമൊക്കെ ഇങ്ങനെ വണ്ട് പറക്കുന്നത് പോലെ പറന്നാൽ ഞാനായി ഈ നാട്ടിലെ ഏറ്റവും വലിയ വില്ലൻ. എന്നെ കണ്ടാൽ ഏത് പെൺകുട്ടികളൊന്ന് നോക്കിപ്പോകും. എന്നെ കണ്ടാൽ കടയുടെ സൈഡിൽ നിൽക്കുന്ന ആളുകൾ ആരാടാപ്പായവൻ, കൊള്ളാലോ അവൻ്റെ ബോഡി, നല്ല മസിൽ പവർ, നല്ല മസിൽസ്, പ്രത്യേകിച്ച് അവൻ്റെ ട്രൈസും പൈസും ഒക്കെ ആ ടൈറ്റ് ഫിറ്റ് ആകുന്ന ടീഷർട്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെള്ളിയിരിക്കുന്ന നല്ല ഉഷാറാണെന്നൊക്കെ പരിസരത്തുള്ള ആളുകൾ പറയും. പൊന്നുമോനെ, ആ പോകുന്ന വണ്ടി ഒന്ന് ഗട്ടറിൽ വീണുപോയാൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്നെ അടുത്ത മോർച്ചറിയിൽ നോക്കിയാൽ മതി, എല്ലാ മസിലും അവിടെ ഉടയ്ക്കുന്നതാ. ഈ കഫം തുണിയിൽ ഒരു മസിലിനും പ്രാധാന്യമല്ല, വരിഞ്ഞങ്ങ് മുറുക്കും പൊന്നുമോനെ. കബറിൽ പോയി കിടക്കുമ്പോൾ നിനക്ക് അൾട്രേഷൻ ചെയ്ത ബുള്ളറ്റോ ബൈക്കും ഒന്നും കിട്ടൂല. ജീവിതം തുടങ്ങുന്നത് ഒരു മരണം മാത്രമേ ഉള്ളൂ തടസ്സം. ജീവിതം തുടങ്ങാനുള്ളൊരു തടസ്സം മരണമേ ഉള്ളൂ. മരണം എന്ന് പറഞ്ഞാൽ അവസാനമല്ല. യുക്തിവാദികൾ എങ്ങനെ പറയൂ? ബുദ്ധിയുള്ള മനുഷ്യന്മാരും പറയൂല. യുക്തിവാദികൾ അവരെ കുറിച്ച് പറയുന്നത് തന്നെ യുക്തിരഹിതമാണ്. എന്താണ്? കാരണം യുക്തി ഉണ്ടെങ്കിൽ അങ്ങനെ വാദിക്കൂല. യുക്തിവാദികളല്ല, യുക്തിരഹിതവാദികൾ എന്നാണ് അവരെ കുറിച്ച് പറയാൻ പറ്റുക. യുക്തിവാദികളെ നമ്മൾ വിളിക്കാൻ പാടില്ല, അതൊരു അബദ്ധമാണ്. കാരണം യുക്തിയുള്ളവർക്ക് അങ്ങനെ വാദിക്കാൻ പറ്റൂല. ഇനി മുതൽ പറയുമ്പോൾ യുക്തിരഹിതവാദികൾ എന്നവരെ കുറിച്ച് പറഞ്ഞാൽ ഓക്കെ, സ്യൂട്ടാണ്. പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ ജഗദീശ്വരനായ നാഥനെ കുറിച്ച്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ച് വിശ്വസിക്കാത്ത, ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു ദൈവിക സ്പർശമുണ്ടെന്ന് വിശ്വസിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ യുക്തിരഹിതവാദിയാ. അല്ലാഹു ആ മുസീബത്തിൽ നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തിയ വിഷയമാണ് അവന്റെ യുവത്വത്തെ ശ്രദ്ധിക്കാൻ. അല്ലേ? കുട്ടികളെ പ്രത്യേകിച്ച് അല്ലാഹു റസൂൽ വിളിച്ചിട്ടില്ല. ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രായമുള്ള ആളുകളോട് കൂടുതലായി ഗൗരവത്തോടെ കാര്യങ്ങൾ നബിതങ്ങൾ പറഞ്ഞിട്ടില്ല. യാ മഅ്ശറ ശബാബ്, ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചത് പൊന്നുമോനെ, എന്നെയും നിന്നെയാ. ആരോഗ്യമുള്ളവനെ, കാഴ്ചയ്ക്ക് പവറുള്ള ആളെ, നല്ല കേൾവി ശക്തിയുള്ള ആളെ, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മധുര 17കാരികളായ നിങ്ങൾ ചിന്തിക്കും, ഉസ്താദെ ഞാൻ എല്ലാം ഓക്കെയാ, ഞാൻ എൻ്റെ കാമുകനുമായി ക്യാമ്പസിൽ കൈകോർത്തു പിടിച്ച് കറങ്ങി നടന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ കണ്ണെനിക്ക് വെട്ടിക്ക് ആരും എന്നെ പിടിക്കൂല. ഞാൻ വളരെ കൃത്യമായി എൻ്റെ ലൈനിലൂടെ, എൻ്റെ ഓൺലൈൻ സംവിധാനത്തിൻ്റെ ലോകത്തിലൂടെ ജീവിക്കുന്ന ആളാ.
അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. 18 വയസ്സുവരെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ആ പ്രിയപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത് വളർന്നു വരുമ്പോ പിച്ച വെച്ച് നടക്കുമ്പോൾ തന്നെ, ചെറിയ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ തന്നെ ഉമ്മയും പാപ്പയും ബെഡിലോട്ട് ചെന്ന് കിടക്കും, പൊന്നുമോളെ നീ മറന്നു പോകരുത്. എന്നിട്ട് ഒരു ദിവസം ഒരു തവണയെങ്കിലും പറയും, നമ്മുടെ മോള് വളർന്നു വരികയാ. 10 വയസ്സാകുമ്പം പറയും, 8 വയസ്സാകുമ്പം പറയും, 12 വയസ്സിൽ പറയും, 13 പറയും, 18 വയസ്സുവരെ നിന്നെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് വരെ പാതിരാ സമയങ്ങളിൽ ഏതെങ്കിലും നിനക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമോളെ കെട്ടിച്ചു കൊടുക്കണം, അവൾ വളർന്നു വരികയാ, നമുക്ക് അവളുടെ കാര്യങ്ങളിലേക്ക് കടക്കണമെന്നൊക്കെ ഗൗരവത്തോടെ ചിന്തിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കിടക്കുന്ന മാതാപിതാക്കളുടെ കൽബിൽ കനല് വാരികെട്ട് കണ്ണുനീരിന് വില കൊടുക്കാതെ 18 തികയുമ്പോൾ ഏതെങ്കിലും മതക്കാരനോടൊപ്പം, ഏതെങ്കിലും വർഗീയവാദിയോടൊപ്പം, ഏതെങ്കിലും ആളിനോടൊപ്പം നരകം വിലക്ക് വാങ്ങിയിട്ട് വീട് വിട്ടിറങ്ങുന്ന പെൺകുട്ടികളുടെ കണക്കുകൾ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പൊന്നുമോര്, സമുദായത്തിന്റെ മെമ്പർമാര് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. മഹല്ലത്തിന്റെ നേതാക്കന്മാര് ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാലവാ, ഉണർന്ന് പ്രവർത്തിക്കണം. കൗൺസിലിംഗിന് ആവശ്യമാണെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം. മഹല്ലുകളുടെ അടിസ്ഥാനത്തിൽ കുടുംബയോഗങ്ങൾ വിളിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പെൺമക്കളെ ആര് വശീകരിച്ചു കൊണ്ടുപോയാലും, ആരൊക്കെ അവരുടെ ചാരിത്രത്തെ നോട്ടമിട്ടാലും അതിനെക്കുറിച്ച് ഗൗരവത്തോടെ പറഞ്ഞു കൊടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട പാനൂരത്ത് മുസ്ലിം ജമാഅത്തുകാരൊന്നിച്ച് അടുത്ത മീറ്റിംഗ് കൂടുമ്പോൾ നടന്നിട്ടില്ലെങ്കിൽ നടത്താനുള്ളൊരു സംവിധാനത്തെ കുറിച്ച് ആലോചിക്കാൻ എൻ്റെ സ്നേഹിതന്മാരോട് ഞാൻ പറയുകയാ. അല്ലാതെ നിവൃത്തിയില്ല, വയലിന് കുറവില്ല, പഠന ക്ലാസ്സുകൾക്ക് കുറവില്ല, സിംബോസിയങ്ങൾക്കും സെമിനാറുകൾക്കും വനിതാ ക്ലാസ്സുകൾക്കും ഒരു കുറവില്ല. 100 കണക്കിന് പ്രഭാഷണങ്ങൾ വിരൽത്തുമ്പിൽ കിടന്ന് അമ്മാനമാടാനുള്ള സംവിധാനങ്ങളുണ്ട്, ഒന്നിനും ഒരു കുറവില്ല. പക്ഷെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളുടെ അളവുകൾ, കണക്കുകൾ കൂടിക്കൂടി വരികയാ. അവസാനം എവിടെയാ എത്തുന്നത്? ഏത് സ്വർഗത്തിലാ അവരെത്തുന്നത്? ഒരല്പസമയത്തെ സന്തോഷം പ്രതീക്ഷിച്ചു പോകുമ്പോൾ, കുറഞ്ഞ നാളുകൾ കഴിയുമ്പോൾ അവരെ കുറിച്ച് അറിയാൻ കഴിയുന്നത് അവളുടെ മയ്യത്ത് തിരമാലകൾ കൊണ്ടുപോയി കടൽ തീരത്ത് കൊണ്ടണച്ചു എന്നാ, അല്ലെങ്കിൽ ഏതെങ്കിലും റെയിൽവേ ട്രാക്കില് ഈ അടുത്ത് നിങ്ങൾ അറിഞ്ഞില്ലേ, ഒരു പെൺകുട്ടി ഇറങ്ങിയോടിയ പെൺകുട്ടിയുടെ മയ്യത്ത് തലവേറെ ഉടല് വേറെ, തലവേറെ ഉടല് വേറെ. പ്രിയപ്പെട്ട മാതാപിതാക്കൾ എങ്ങനെ സഹിക്കും പൊന്നുമോള്, ആങ്ങളമാരെങ്ങനെ സഹിക്കും പൊന്നുമോള്? ആ വീട്ടിലെത്തി അണയുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും മദ്യക്കുപ്പിയുടെ മുമ്പില്, ഏതെങ്കിലും ലോഡ്ജിന്റെ റൂമില് നിന്റെ ഷാളിൽ ഫാനിൽ കിടന്ന് ആടിക്കളിച്ചിട്ട്, കാരണം അവൻ നിന്നെ അപകീർത്തിപ്പെടുത്താനാ ഇതെല്ലാം ചെയ്തത്, നിന്നെ വഞ്ചിക്കാനാ ഇതെല്ലാം ചെയ്തത്. ഇതെല്ലാം വെറും കെട്ടുകഥകളായിരുന്നു. നിന്നെ പാലയെന്ന്, തേനയെന്ന്, ശർക്കരയെന്നും പല മധുരമുള്ള വാക്കുകൾ പറഞ്ഞത് നിന്റെ ശരീരം ആഗ്രഹിച്ചിട്ടാണടി. അതറിയാൻ കുറച്ച് വൈകുമ്പോൾ പിന്നെ തിരിച്ചു നടക്കാൻ കഴിയില്ല, പിന്നെ പാനൂരിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല, പിന്നെ നിനക്ക് ജന്മം തന്ന മാതാക്കളെ കാണാൻ നിനക്ക് പറ്റില്ല. നിനക്ക് വേണ്ടി കടലലമാലകളോട് മല്ലിട്ട് മരണം പോലും മുന്നിൽ കണ്ട് അലമാലകൾ രൗദ്രഭാവത്തോടെ വരുമ്പോൾ മരണം മുന്നിൽ കണ്ടുകൊണ്ട് പാവപ്പെട്ട പ്രിയപ്പെട്ട നിന്റെ മാതാപിതാക്കള്, പ്രത്യേകിച്ച് നിന്റെ പിതാവ് കടലിൽ ഉൾപ്പെടെ പണിയെടുക്കാൻ പോകുമ്പോൾ, തന്റെ വല വലിച്ചു കയറ്റുമ്പോൾ നിന്റെ മുഖമാ അവരുടെ മനസ്സിലുള്ളത്, റബ്ബേ എന്റെ കുഞ്ഞുങ്ങള് പട്ടിണിയാവല്ലേ നാഥ. പഴയ കാലത്ത് ഞങ്ങൾ പട്ടിണി കിടക്കാൻ പഠിച്ചവരാ, ഞങ്ങൾക്കൊരു കഞ്ഞിവെള്ളം കൊണ്ട് ഞങ്ങൾ ജീവിച്ചവരാ. പക്ഷേ പുതിയ തലമുറയുടെ മക്കൾക്ക് വയറ് നിറച്ച് വല്ലതും കൊടുക്കണം റബ്ബേ, ഞങ്ങളുടെ വലകളെ നിറക്കണേ നാഥ എന്ന പ്രാർത്ഥനയോടെ കടലിന്റെ അലമാലകളോട് മല്ലിട്ട് വല വലിച്ചു കയറ്റുമ്പോൾ, പെണ്ണുമോളെ രക്തം വിയർപ്പാക്കി നിന്റെ വീട്ടിലേക്ക് വന്നണയുന്ന പ്രിയപ്പെട്ട പിതാവ്, ആ പിതാവിനെ തിരിഞ്ഞൊന്ന് വന്ന് കാണാൻ പിന്നെ നിനക്ക് അവസരമില്ല പൊന്നുമോള്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് കൗൺസിലാണോ വേണ്ടത്? കൗൺസിലിംഗ് ആണോ വേണ്ടത്? അത് കൊടുക്കണം. എങ്ങനെയാണ് അവരെ വിഷയങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാൻ പറ്റുക? എന്ത് ചിത്രം കാണിച്ചു കൊടുത്തിട്ടാണ് അവരെ ഈ വിഷയത്തിന്റെ ഗൗരവം പഠിപ്പിക്കാൻ? LCD പ്രോ അങ്ങനെ എന്താണെങ്കിലും കൊടുത്തേ പറ്റൂ.
കാരണം ക്രൈം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്ന കണക്കുകൾ സമയം പോരാ ഇതിലുണ്ട്. അതിൽ ഈ സമുദായത്തിൻ്റെ മെമ്പർമാർ ലോകത്തിലുള്ള സമൂഹത്തിൽ, ലോകത്തിലുള്ള മുഴുവൻ സമുദായത്തിലും മാതൃകയാകേണ്ട പ്രിയപ്പെട്ട നമ്മുടെ പെങ്ങന്മാരുടെ സാഹചര്യം പറഞ്ഞാൽ അത് ഇറങ്ങിപ്പോക്കിൻ്റെ മാത്രമല്ല, കല്യാണത്തിൻ്റെ ആർഭാടത്തിൻ്റെ മാത്രമല്ല, എന്ത് ആഘോഷമോ എന്ത് വിഷയമോ വന്നാൽ റോട്ടിലേക്കിറങ്ങാൻ മടിയില്ലാത്ത പെൺകുട്ടികളായി ഈ സമുദായത്തിൻ്റെ മെമ്പർമാർ മാറി എന്നതിന് 100 അടയാളങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുന്നിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബക്കറ്റിന് സമയമായോ? ഇല്ല. ഇവിടെ ഒരു ബക്കറ്റ് വെച്ചത് ഞാൻ ഇവിടുത്തെ കണ്ണുകൊണ്ട് കണ്ടു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ വിചാരിക്കും ഉസ്താദ് ഭയങ്കര സംഭവമാണല്ലോ, നമ്മൾ നോക്കിയെന്ന് വേദ പറഞ്ഞ ആ സാധോടെ ബക്കറ്റ് വെച്ചപ്പോൾ ഇതെങ്ങനെ കണ്ടു എന്നുള്ളത് അതൊക്കെ കാണാം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ കൂടെ നോക്കിയായിരുന്നോ? ഇല്ലല്ലേ? അതാ പറഞ്ഞ. അപ്പോൾ ബക്കറ്റ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതും കൊണ്ടങ്ങ് പോകായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഒന്ന് കറങ്ങിയാൽ നന്നായിരിക്കും എന്നാണ് അല്ലേ? അല്ല, പോന്നില്ല. ഭാഷ നോക്കണ്ട, അന്തരീക്ഷം എപ്പോഴും ഇങ്ങനെ കിട്ടണമെന്നൊന്നുമില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സമയമൊന്നും നോക്കണ്ട, ഞങ്ങൾ വാച്ചൊന്നും നോക്കണ്ട ഇൻഷാ അല്ലാഹ്. കാരണം എന്താ അറിയോ, കുറച്ച് പൈസയായിട്ട് ആളുകളൊക്കെ വന്നിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് പാനൂര് മഹല്ലത്തിൽ ഒരുപാട് നാൾ ഇങ്ങനെ ഒരു ഇൽമിൻ്റെ വേദി കിട്ടണമെന്ന് ആഗ്രഹിച്ച് ദാഹിച്ചു വേണ്ടി ഇതിനു വേണ്ടിയിട്ട് അൽഹംദുലില്ലാ ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചിരുന്നൊന്ന് തീരുമാനമെടുത്തപ്പോഴാണ് അൽഹംദുലില്ലാ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കേൾക്കാൻ പറ്റിയത്. ചരിത്രം ഉറങ്ങുന്ന ഒരുപാട് ചരിത്രം പറയാൻ പറ്റുന്ന ഈ പാനൂര് മഹലിൻ്റെ കീഴിൽ ഇങ്ങനൊരു വിജ്ഞാന സദസ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. എനിക്ക് പാനൂരിനെ കുറിച്ച് പഠിക്കുന്ന കാലം മുതൽ എനിക്കറിയാം. മുത്തല്ലിമായിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് അതിനു മുമ്പേ തന്നെ ആലോചന തുടങ്ങിയിട്ടുണ്ടാവും. എൻ്റെ ഉദ്ദേശത്തിൽ ഒരു 10-25 വർഷമായിട്ടുണ്ട് അവിടെ വയൽ കിടന്നിട്ട് പാനൂർ മഹല്ലത്തിൻ്റെ കീഴിൽ അല്ലേ? 20 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. 25 വർഷമായിട്ടുണ്ട്. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്നാൽ ഈ പാനൂർ മണ്ണിനെ സംബന്ധിച്ചിടത്തോളം വയലിനൊരു കുറവില്ല അൽഹംദുലില്ലാ. നല്ല നല്ല പ്രഭാഷണങ്ങളൊക്കെ പരിസരത്ത് നടക്കലുണ്ട്. എങ്കിലും നമ്മുടെ മഹല്ലത്തിൻ്റെ കീഴിൽ നമ്മുടെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത്, നമ്മുടെ കുടുംബത്തിൽ വന്ന് എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് നമുക്ക് കിടക്കാനുള്ള സ്ഥലമാണ്. പള്ളിക്കാടുണ്ടല്ലോ അല്ലേ? പള്ളിക്കാടുണ്ട് അൽഹംദുലില്ലാ. സ്ഥലക്കുറവൊന്നുമില്ല. ഇനി ആളിനെ കിട്ടിയാൽ മതി. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. നമ്മളൊക്കെ ക്യൂവില്ല. പ്രായമൊന്നും അതിനൊരു വിഷയമല്ല. ചെറുപ്പക്കാർ വിചാരിക്കും ഉസ്താദ് ഞങ്ങളുടെ കാര്യമല്ലയോ, ഞങ്ങൾക്ക് ഇനി അവിടെ ഇവിടെയൊക്കെ വെളുക്കാനുണ്ട്, അല്ലെങ്കിൽ വെളുത്തില്ലെങ്കിൽ ഇനി പൈസ മുടക്കിയിട്ട് വെളുപ്പിക്കാനുണ്ട്. ഇനിയിപ്പോൾ നരയാൻ തോന്നുന്നു അടുത്ത പുതിയ മോഡൽ, അങ്ങനെ കണ്ട് പറയുന്നത് കേട്ടു. ഒരുപാട് കളർ കഴിഞ്ഞു. ഇനിയിപ്പോൾ സുബ്ഹാൻ അതും കൂടെ ആഗ്രഹിച്ചിട്ട് ഈ അടുത്ത് ഒരു മൊബൈൽ ഒരു ആപ്ലിക്കേഷൻ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്താ 21 കയറിനെ 51 ആക്കുന്നതും ആ ആപ്പ് തന്നെ. വല്ലാത്ത ആപ്പാ. മൊത്തത്തിൽ നമ്മൾ ആപ്പിലായിരിക്കുക. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവന് നോക്കുമ്പോൾ നല്ല 25 വയസ്സുള്ള ആളാണ്. അപ്പോൾ അവൻ വിചാരിക്കടാ ഒന്ന് പ്രായമായി കൊള്ളാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടിട്ട് 2 അടി അടിക്കുമ്പോൾ അവൻ ഉപ്പുപ്പായി മാറി. ചിലപ്പോൾ ഉപ്പുപ്പമാരുടെ കയ്യിലുള്ള സാധനം ഒന്ന് മുകളിലോട്ടടിച്ച് നോക്കും. ഹൈവ ഞാൻ ഇതുപോലായിരുന്നു ഇരുന്ന മുമ്പല്ലേ എന്ന് അത് കണ്ട് സന്തോഷിക്കും. അങ്ങനെ മൊത്തത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ്. നമ്മുടെ ചാനൽ നമ്മൾ മാറിപ്പോയി, നമ്മുടെ റൂട്ട് നമ്മൾ മാറിപ്പോയി. അതുകൊണ്ട് എപ്പോഴും ഈ ആഫിയത്തുണ്ടാവൂല. ഹിദായത്ത് എന്ന് പറഞ്ഞ സൗഭാഗ്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നിട്ടുണ്ട്. ആ സൗഭാഗ്യം കഴിഞ്ഞാൽ അടുത്ത സൗഭാഗ്യം അല്ലാഹു നൽകിയിട്ടുള്ളത് ആഫിയത്താണ്. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, അവൻ്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്നും പറയും കേട്ടോ, നിങ്ങൾ സൗണ്ട് കുറയ്ക്കുന്നതുകൊണ്ടല്ല, കുറയ്ക്കല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറയും. ഊർജ്ജം കുറഞ്ഞു പോകരുത്, വോൾട്ടേജ് കുറഞ്ഞു പോകരുത്. ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലമ തങ്ങൾ, ആ പുണ്യ പ്രവാചകനെ കൊണ്ട് വിശ്വസിക്കുക. അള്ളാഹുവിൻ്റെ ദീൻ അതേ വിധി. ഇവിടെ കുത്തുബിയത്തും റാത്തീബും മൗലൂദും നല്ല റാഹത്തിൽ എല്ലാ കാര്യങ്ങളൊക്കെ ഓതിയിട്ട് നോക്കുമ്പോൾ ഒരു വിസ വന്നു. ഗൾഫിലേക്ക് പോയി, സൗദിയിൽ ചെന്ന് ഏതോ ഒരാളുടെ റൂമിൽ പെട്ടുപോയി. അവിടെ 5-6 ബുക്കോ സീഡിയോ അവൻ്റെ ചളബളാച്ചല സംസാരവും കേട്ട് തിരിച്ചു വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞ അവസാനം കാണുന്നതെല്ലാം ശിർക്കായി. അവൻ തന്നെ ഒരു കിറുക്കനായി മാറുന്നൊരവസ്ഥയല്ല. പാനൂരുകാർക്ക് അങ്ങനെയുള്ള ആളുകളെ പരിചയമില്ല. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ.
യഥാർത്ഥ ദീൻ, പരിശുദ്ധമായ ദീൻ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന ഈ ഖബറിൽ ചെന്ന് കിടക്കുമ്പോൾ സ്വർഗവും സന്തോഷവും കിട്ടാനുള്ള ഹബീബായ പ്രവാചകൻ പരിചയപ്പെടുത്തിയ, സ്വഹാബികൾ കണ്ടുപിടിച്ച, താബിഈങ്ങൾ ഏറ്റെടുത്ത, തബഉ താബിഈങ്ങൾ ഏറ്റെടുത്ത, സലഫു സാലിഹീങ്ങൾ ഏറ്റെടുത്ത, ഇമാമിയങ്ങൾ കൊണ്ടുവന്ന, നമ്മുടെ മുൻഗാമികളായി പള്ളിയിലൊക്കെ പ്രായം ചെന്ന എത്ര പണ്ഡിതന്മാരെ ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. അവരൊക്കെ കാണിച്ചു തന്ന, നമ്മളൊക്കെ ചെറുപ്പകാലത്തിൽ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുള്ള വളരെ കൃത്യമായൊരു ചെങ്ങലക്കണ്ണി പരിശുദ്ധമായ മദീനയുടെ ചാരത്തേക്ക് ചെന്നെത്തുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ഇത്തിഖാദ് വിട്ട് ഏതൊക്കെ പേരിൽ ഏതൊക്കെ ചപ്പടി വിദ്യകൾ, ഏതൊക്കെ വക്രതയും ഏതൊക്കെ പ്ലാസ്റ്റിക് വൽകൃതവുമായി മുമ്പോട്ട് വന്നാലും, എന്തെല്ലാം ഓഫർ മുന്നിലൂടെ വെച്ചാലും, പെണ്ണിനെ കെട്ടണോ ഫ്രീ ആയിട്ട് കെട്ടാം, കെട്ടിക്കാം, ചികിത്സിക്കണോ ധനസഹായം ചെയ്യാം, വീട് വേണോ വെച്ച് തരാം, പക്ഷെ അതിൻ്റെയൊക്കെ പകരത്തിൽ നിന്റെ ഈമാൻ തന്നാൽ നിന്റെ കാര്യം ഓക്കെ. ഈമാൻ കൊടുത്തിട്ട് പിന്നെ ദുനിയാവ് മൊത്തം കിട്ടിയിട്ട് കാര്യമുണ്ടോ മോനെ? അതുകൊണ്ട് ചിന്തിച്ചു നോക്ക്. അള്ളാഹു ഈ പരിശുദ്ധമായ ഈ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഏത് പ്രലോഭനത്തിൻ്റെയും പ്രകോപനത്തിൻ്റെയും മുന്നിൽ പതറാത്ത ഈമാൻ, അതാണ് ഈമാൻ, അതാണ് ഈമാൻ. പരീക്ഷണങ്ങൾ പലതും വരും. ഇനി പറയപ്പെട്ട ആളുകളുടെയൊക്കെ നേതാവ് ദജ്ജാൽ ഇങ്ങനെ ഡയറക്ടർ വരൊക്കെ ഉണ്ട്, അപ്പോഴും പോകും കുറെ ആളുകൾ. ഇപ്പൊ കുഞ്ഞു ദജ്ജാലുകൾ വരുമ്പോ എന്റെ വാക്കല്ല, ദജ്ജാലൂന കദ്ദാബൂന, ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കളവിനോട് ലാഞ്ചനയുള്ള ഒരു വാക്ക് പോലും പറയാൻ നാവ് ഉയർത്തിയിട്ടില്ലാത്ത സ്വാദുഖുൽ മസ്തൂഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദജ്ജാലൂന കദ്ദാബൂന, മുൻഗാമികൾ കേട്ടിട്ടില്ലാത്ത പുതിയ ചെപ്പടി വിദ്യകളുമായി അവസാന കാലഘട്ടത്തിൽ ചില മിടുക്കന്മാർ വരും. പെട്ടുപോകരുത്. ഇനി അവരുടെയൊക്കെ നേതാവ് വലിയ ദജ്ജാലും വരാനുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അള്ളാഹു നൽകിയ ഹിദായത്ത് എന്ന് പറയുന്ന ഏറ്റവും വലിയ ആ സൗഭാഗ്യം കഴിഞ്ഞാൽ അടുത്തത് അള്ളാഹു കണക്കാക്കുന്നത് ഏറ്റവും വലിയ അള്ളാഹു തന്ന നിഅമത്ത് ഏതാ? ഏതാ? മസിലല്ല, നമ്മുടെ ആഫിയത്ത്. അത് ഞാൻ ആഫിയത്തുള്ള ഒരു അടയാളമായിട്ട് മുമ്പേ പറഞ്ഞത്. ഇനി എപ്പോഴും മസിൽ പിടിച്ചുകൊണ്ടിരിക്കണം, ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു മൂപ്പർക്ക് മസിൽ. ആരാ പറഞ്ഞ? അള്ളാഹുർക്ക് തീയട്ടെ. ഷെഫീഖിനാണ് മസിൽ വേണ്ടത്. ഇൻഷാ അല്ലാഹ് ഞാൻ പരിപാടിയൊക്കെ പറഞ്ഞു തരും. ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്പെഷ്യലായിട്ടൊന്ന് കണ്ടാൽ മതി. ഷെഫീഖിന് ഇച്ചിരി പ്രൈസും പേസിൻ്റെയും കുറവുണ്ടെന്ന് തോന്നുന്നു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹു നമുക്കെല്ലാം ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഹിദായത്ത് കഴിഞ്ഞാൽ ആഫിയത്താണ്. അതുകൊണ്ടാ നമ്മളൊക്കെ ദുആയിൽ ഇവിടെ ഷാഫി മുസല്ലല്ലേ, ഷാഫി മുസല്ലല്ലേ നമ്മളൊക്കെ സുബഹി നിസ്കരിക്കാറുണ്ടല്ലോ. ഓ അതൊന്നുമില്ല ഉസ്താദ്, അങ്ങനെയാണോ? അത്യാവശ്യം നിസ്കരിക്കുന്ന ആളുകളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു തആല നിസ്കാരം നിലനിർത്താൻ തൗഫീഖ് തരട്ടെ. എല്ലാവർക്കും ഒരുപോലെല്ലാന്ന്. ചില ഒരിടത്ത് ഞാൻ പറഞ്ഞു, ഉസ്താദ് ഇവിടെ 3 വക്കത്തേ ഉള്ളൂ, ഇവിടെ 4 വക്കത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ആ ബക്കറ്റ് കൊണ്ടുപോകാൻ. ഇങ്ങോട്ടോ അടുത്ത അകത്തോട്ട് കയറി. അള്ളാഹുർക്ക് തീമാറാകട്ടെ. അകത്തോട്ട് കയറി, വിഷമിക്കാനൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. അകത്തോട്ട് കയറി, അകത്തോട്ട് കയറി ഇരുന്നിട്ട് ഇച്ചിരി ചാറിയാലും കുഴപ്പമില്ല, പിന്നെ എന്തായാലും പുറത്തോട്ട് പോകില്ലല്ലോ. അള്ളാഹുർക്ക് തീമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. നിങ്ങളൊക്കെ അടുത്തോട്ടൊന്ന് കാണാം, അങ്ങോട്ട് പോകരുത്. ഇൽമിൻ്റെ സാസ, റഹ്മത്ത് ഇറങ്ങുന്ന സാസ, അതിൻ്റെ ഒരു ഭാഗമാണ് ആ മഴത്തുള്ളികൾ. നല്ല ഖിലാസോടെ കസേര സ്പേസ് ഒന്നും വേണ്ട, നിങ്ങൾ ഇങ്ങോട്ട് കസേര ഇട്ടോ, ഇടയിലോട്ട് കസേര ഇട്ടിട്ട് നിങ്ങൾ അകത്തോട്ടൊന്ന് തെള്ളിയിരുന്നോ. നല്ല റാഹത്തായി ഇത്രയും ചെലവിൽ ഈ സംവിധാനമൊക്കെ ഒരുക്കിയിട്ട് നിങ്ങൾ അവിടെയും ഇവിടെയൊക്കെ പോയിരിക്കേണ്ട കാര്യമുണ്ടോ? ഈ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുമ്പോഴല്ലേ അൽഹംദുലില്ലാഹ്. ചില ആളുകൾക്ക് ഇത്ര ഇങ്ങനെ നീളത്തിൽ വലിയ വന്തൽ വേണമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കാണിച്ചുകൂടെ? കണ്ടോ നിങ്ങൾ ആളുകൾ ഇരുന്നിട്ട് ഇനിയും പോരാ, അപ്പൊ ഇത്രയും പോരാന്ന് പറയണം, അങ്ങോട്ടൂടെ പന്തല് നാളെ ഇടണമായിരുന്നെന്ന് പറയത്തക്ക നിലക്കാകണമെങ്കിൽ ഈ മഹല്ലത്തിന്റെ നിവാസികളെ നന്മയുദ്ദേശിക്കുന്നവര് ഇഖ്ലാസോടെ ഈ സദസ്സിന്റെ ഉള്ളിലേക്ക് കടന്നിരിക്കും. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ നമ്മുടെ സുബ്ഹി നിസ്കാരത്തില് 2ാമത്തെ റക്അത്തിൽ ഒന്ന് ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. പരിസരത്തെ വിനീതന സാഗോദം വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങന്മാരൊന്ന് കേൾക്കണേ. ആരോഗ്യമെന്ന് പറയുന്ന അമൂല്യ സമ്പത്തിനെ കുറിച്ച്, യുവത്വമെന്ന് പറയുന്ന അമൂല്യമായ സമ്പത്തിനെ കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞു തരികയാ. സുബ്ഹി നിസ്കാരത്തിന്റെ 2ാമത്തെ റക്അത്തിൽ ഇഅ്തിദാലിന് ശേഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ 2 കരങ്ങളും ഉയർത്തിയിട്ട് ഒരു പ്രത്യേക പ്രാർത്ഥന നടത്താറുണ്ട്. അതിൻ്റെ പേരാണ് ഖുനൂത്ത്. ആ ഖുനൂത്തിൽ എന്താ നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നത്? അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്
അല്ലാഹുവേ ഹിദായത്ത് നൽകിയവരുടെ കൂട്ടത്തിൽ, സന്മാർഗം ലഭിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. റബ്ബിനോട് ഹിദായത്ത് ചോദിച്ചിട്ട് രണ്ടാമത് നമ്മൾ ആ പ്രഭാത നിസ്കാരത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട പ്രാർത്ഥന ഏതാ? വഅഫിനാ ഫീമൻ അഫൈത്. അല്ലാഹുവേ ഹിദായത്ത് മാത്രം പോരാ, ഞങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാനുള്ളൊരു സംവിധാനം തരണേ അല്ലാ. ഞങ്ങളുടെ കാലുകൾക്ക് ആഫിയത്ത് നൽകണേ റബ്ബേ. ഞങ്ങളുടെ കരങ്ങൾക്ക് പവർ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നിന്റെ കലാം പാരായണം ചെയ്യാൻ കണ്ണുകൾക്ക് പവർ നൽകണേ അല്ലാ. നിന്റെ വിശുദ്ധമായ നാമങ്ങൾ കേൾക്കാൻ, നിന്റെ വിശുദ്ധമായ കലാം കേൾക്കാൻ, നല്ല നല്ല സുഹൃതങ്ങൾ കേൾക്കാൻ ഞങ്ങളുടെ കാതുകൾക്ക് ശേഷിയും സേമുഷയും നൽകണേ അല്ലാ. കണ്ടോ, ഹിദായത്ത് ചോദിച്ചിട്ട് റബ്ബുൽ ഇസ്സത്തായ നാഥൻ പറയുന്നത് വഅഫിനാ ഫീമൻ അഫൈത്. നിങ്ങൾ ആഫിയത്തിനെ കുറിച്ച് ചോദിച്ചോ എന്നാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എവിടെയാ എപ്പോഴാ ഈ ആഫിയത്ത് നഷ്ടപ്പെട്ടു പോകുക എന്നും പറയാൻ പറ്റൂല. തിരുവനന്തപുരം ജില്ലയിൽ ഒരു പരിപാടി കഴിഞ്ഞു മടങ്ങുമ്പോൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 12 മണി 1 മണിയായിട്ടുണ്ടാകും. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ ആ ടെക്നോ പാർക്കിൻ്റെ സമീപത്ത് കഴക്കൂട്ടത്തേക്ക് വന്നു കയറുന്ന ബൈപ്പാസ് റോഡിലൂടെ വാഹനം ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റിൽ കുറച്ചാളുകൾ കൂടി നിൽക്കുകയാ. ശ്രദ്ധിച്ച് വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് ശ്രദ്ധിച്ചൊന്ന് നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു കുഴിയിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത് പോലെ തോന്നുകയാ. അര മുതലുള്ള ഭാഗം മുകളിലേക്ക്, ബാക്കിയിൽ ഇങ്ങനെ കുഴിയിലേക്ക് ഇരിക്കുന്നതായി, കുഴിയിലേക്ക് നിൽക്കുന്നതായി തോന്നുകയാ. രാത്രി കാലങ്ങളിൽ വാഹനം കുറവുള്ളപ്പോൾ റോഡിൻ്റെ പണികളും പൈപ്പിൻ്റെ പണികളും മറ്റു പല ലൈനുകളും നടത്താറുണ്ട്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പണികളാണെന്ന് വിചാരിച്ചു. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരോ അങ്ങോട്ട് ലൈറ്റ് അടിച്ചപ്പോൾ, ചെറുപ്പക്കാരാ പൊന്നുമോനെ, വിശേഷം എന്താണെന്നറിയുമോ? ഡൂക്ക് പോലെയുള്ള ഏതോ അമിത വേഗതയിൽ വന്ന വാഹനം അടതാ ഓപ്പോസിറ്റ് വന്നവർ വാഹനവുമായി കൂട്ടിയിടിച്ചിട്ട് ആ വാഹനം ഓടിച്ച ചെറുപ്പക്കാരൻ്റെ അര മുതൽ കട്ടായി പോയി പൊന്നുമോനെ. അര മുതൽ മുറിഞ്ഞ് അരയുടെ ഭാഗം മാറ്റിയിട്ടിരിക്കുകയാ. ആ അര ഇങ്ങനെ കുത്തിവെച്ചിരിക്കുകയാ. റോഡിൽ അര ഇങ്ങനെ കുത്തിവെച്ചപ്പോൾ റോട്ടിൻ്റെ കുടിയിൽ ദൂരെ നിന്ന് നോക്കിയപ്പോൾ റോട്ടിൻ്റെ കുടിയിലേക്ക് ഒരാൾ ഇറങ്ങി നിൽക്കുന്നതായി തോന്നിയതാ. പൊന്നുമോനെ, ഒരു നിമിഷത്തെ അമിതാവേശം കൊണ്ട് എന്തിനാടാ നീ നശിപ്പിക്കുന്നത്? നിന്റെ എല്ലുകളെ എന്തിനാടാ പൊട്ടിക്കുന്നത്? നിന്റെ വികാരത്തിന് എന്തിനാടാ നീ അടിമപ്പെടുന്നത്? നിന്റെ നേതാവ് എങ്ങനെയാ വാഹനം ഓടിക്കേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് അതാ യാത്ര നടത്തേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ വാഹനം നീ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇരുചക്രമാണെങ്കിലും മുച്ചക്രമാണെങ്കിലും 4 ചക്രങ്ങളുള്ള വാഹനമാണെങ്കിലും എത്ര ചക്രങ്ങളുള്ളതാണെങ്കിലും ബിസ്മില്ലാഹി പറഞ്ഞു വാഹനത്തിലേക്ക് കയറുമ്പോൾ, സുബ്ഹാനല്ലദീ പറഞ്ഞുകൊണ്ട് വാഹനം എടുക്കുമ്പോൾ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ബിസ്മില്ലാഹി മജ്രിഹാ വമുർസാഹാ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. നിന്റെ നാഥനെ ഏൽപ്പിച്ചുകൊണ്ട് തവക്കുലാക്കി നീ പോയാൽ, പൊന്നുമോനെ, നീ അങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടു പോയാൽ നിനക്ക് ആ അപകടത്തിലൂടെ രക്തസാക്ഷിയുടെ പ്രതിഫലം അല്ലാഹു നൽകും. അല്ലെങ്കിലോ അല്ലാഹു സുരക്ഷിതത്വം നൽകും. മറിച്ച് നീ അഹങ്കരിച്ചാ പോയതെങ്കിൽ രക്തസാക്ഷിയുടെ പ്രതിഫലം ഇല്ലെന്ന് മാത്രമല്ല, ഒരു പക്ഷേ ആത്മഹത്യ ചെയ്തതിൻ്റെ ശിക്ഷയായിരിക്കും നിനക്കുണ്ടാവുക. കാരണം നീ അനിയന്ത്രിതമായി ബൈക്ക് ഓടിച്ചതുകൊണ്ടാ, നീ ആത്മഹത്യക്ക് വേണ്ടി എന്ന രൂപത്തിൽ പോയതുകൊണ്ടാ. അല്ലാഹു നമ്മുടെ ചെറുപ്പക്കാരെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഇനി ഇച്ചിരി വോയിസും കൂടെ വേണം, കാരണം പുറത്തൊരൽപ്പം വോയിസ് ഉണ്ട്, മഴയുടെ വോയിസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടും കൂടെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആ സ്വലാത്തിൻ്റെ വോയിസ് എന്ത് ചെയ്യണം? കുറച്ചും കൂടി നല്ല റാഹത്തായിട്ട് ഇങ്ങോട്ട് വരണം. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. കുറച്ചും കൂടെ മുമ്പോട്ടിരിക്കുക അല്ലേ? കുറച്ചും കൂടെ ഈ സ്പേസുള്ള സ്ഥലത്തേക്ക് ഇൻഷാ അല്ലാഹ് കയറിയിരുന്നോ. ഒരുപാട് സഹോദരിമാരും മഴയും നനഞ്ഞിട്ട് നിൽക്കുകയാണ്.
എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. പ്രയാസം സഹിച്ച് ഇൽമിൻ്റെ സദസ്സിലിരിക്കുന്നതും സുഖകരമായി വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നതും തമ്മിൽ രണ്ട് പ്രതിഫലമാണ്. കഷ്ടപ്പെട്ട് ചെയ്യുന്ന അമലിന് പ്രത്യേക പ്രതിഫലമാണ്. സിമ്പിളായി ചെയ്യുന്ന അമലിനേക്കാളും ഒരാൾ 4 റക്അത്ത് നിസ്കരിച്ചു, നല്ല എയർ കണ്ടീഷൻ റൂം, അപ്പോൾ പള്ളിയൊക്കെ AC ആണ്, അൽഹംദുലില്ലാ. ഈ ഭാഗത്ത് AC പള്ളി എന്ന് കുറേ നാൾ കൊണ്ട് AC ആളുകൾ കണ്ടിട്ടില്ലാത്ത കാലം പോലെ AC പള്ളി എന്ന് പറയുന്നൊരു പള്ളി ഈ ഭാഗത്ത് അവിടെ ഉണ്ട് ഇല്ലേ? ആറാട്ട് ഞാൻ അവിടെയൊക്കെ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അൽഹംദുലില്ലാ AC എന്ന് പറയുന്ന കാര്യം ഒരു വലിയ സംഭവമൊന്നുമല്ല. ഇപ്പോൾ ഓട്ടോറിക്ഷ, AC ഉള്ള ഓട്ടോറിക്ഷ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ സംവിധാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ ഉള്ളിലും പള്ളിയുടെ ഉള്ളിലും ഓഫീസിൻ്റെ ഉള്ളിലും ഒക്കെ അത്യാവശ്യം എയർ കണ്ടീഷൻ വേണം. പക്ഷെ അതിനൊന്നും വിനിയോഗം ചെയ്യാൻ പാടില്ല. കാരണം എല്ലാ നിലക്കും ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അതിന് എല്ലാ നിലക്കും ദുരുപയോഗം ചെയ്തതിൻ്റെ ഫലമാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ രാജധാനിയാകുന്ന Z+ കാറ്റഗറിയുള്ള പ്രൈം മിനിസ്റ്റർ ഇരിക്കുന്ന ആ ഭാഗം ഉൾക്കൊള്ളുന്ന ഡൽഹി ഉണ്ടല്ലോ, മനുഷ്യന് പുറത്തുകൂടി സ്വച്ഛന്തം ശ്വസിക്കാൻ പോലും കഴിയാതെ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാ. കണ്ടോ നിങ്ങൾ? ശ്വസിക്കാൻ കഴിയുന്നില്ല, കുടിക്കാൻ വെള്ളമില്ലെന്നല്ല, കഴിക്കാൻ ഭക്ഷണമില്ലെന്നല്ല. പുറംപോക്കിൽ പാവപ്പെട്ട ഈ സമുദായത്തിന്റെ മെമ്പർമാരായതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ബർമ്മയിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ അഴുക്കുചാലിൽ കിടന്ന് അവർക്ക് ഭക്ഷണം പോലും ഇല്ലാതെ, ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ, അവരെ എത്രയും പെട്ടെന്ന് കഴുകന്മാരിലേക്ക് തിരിച്ചു തന്നെ റോഹിംഗ്യയിലേക്ക് തന്നെ കഴുകന്മാരിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കണമെന്നുള്ള പേപ്പർ പാസ്സാക്കാൻ, അല്ലെങ്കിൽ പാസ്സാക്കിയിട്ട് വെമ്പൽ കൊണ്ടിരിക്കുന്ന ആളുകളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ശ്വാസം മുട്ടിക്കാൻ അറിയാൻ കേട്ടോ. അതിന് വലിയ ഭൂമി കുലുക്കത്തിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്തുകൊണ്ടാ എൻ്റെ പ്രിയപ്പെട്ടവരെ വലിയ ഹൈടെക് സംവിധാനങ്ങളുള്ള, വലിയ സജ്ജീകരണങ്ങളുള്ള ഡൽഹി എന്ന് പറയുന്ന നാട്ടില്, ആ ഡൽഹിയില് മനുഷ്യന് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല, ശ്വസിക്കാൻ പറ്റുന്നില്ല. മാരകമായ വിഷമാണ്. ഒരു 5% കൂടി അത് ഉയർന്നു കഴിഞ്ഞാൽ മനുഷ്യൻ മാരക രോഗത്തിലേക്ക് തള്ളിയിടപ്പെടുകയും മരണത്തിലേക്ക് പോവുകയും പോലും ചെയ്യുമെന്ന് വിദഗ്ധർ പറയുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്നു, കൂട്ടത്തിൽ ഞാൻ പറയുകയാ, അഅന്തും മശദ്ദു ഖൽഖൻ അമിസ്സമാ ബനാഹാ വറഫഅ സംകഹാ ഫസവ്വാഹാ വഅഗ്തസ ലൈലഹാ വഅഖ്റജ ളുഹാഹാ വൽ അർള ബഅദ ദാലിക ദഹാഹാ അഖ്റജ മിൻഹാ മാഹാ വമർആഹാ മതാഅൻ ലക്കും വലിഅൻആമിക്കും. പടച്ച റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സംവിധാനിച്ചു തന്നപ്പോൾ അല്ലാഹു ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല. ഈ ഭൂമിയിൽ ജീവിക്കാൻ, എത്ര തലമുറയ്ക്ക് വേണ്ടി പോലും ജീവിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. അതിന് കുടുംബാസൂത്രണം നടത്തേണ്ടതില്ല. മനുഷ്യൻ മാന്യമായി ജീവിച്ചാൽ, മനുഷ്യൻ മനുഷ്യസ്നേഹിയായി ജീവിച്ചാൽ, മതം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ, തൻ്റെ പ്രിയപ്പെട്ട സഹജീവിയാണെന്നുള്ള രൂപത്തിൽ മനുഷ്യനെ കണ്ടാൽ അല്ലാഹു അവൻ്റെ വിധാനത്തിൽ സങ്കീർണതകൾ ഉണ്ടാക്കൂല. മനുഷ്യൻ അവൻ്റെ ധർമ്മം മറന്നപ്പോൾ, മനുഷ്യൻ പിശാചിന്റെ രൂപം ഭാവിച്ചപ്പോൾ, മനുഷ്യൻ മൃഗങ്ങളെ പോലെയായെന്ന് പറയാൻ പറ്റൂല. ആ വ്യാഖ്യാനത്തോട് ഒട്ടും യോജിക്കാൻ പറ്റൂല. കാരണം ആ മൃഗങ്ങളെ ഏൽപ്പിച്ച ദൗത്യം വളരെ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നവരാ മൃഗങ്ങള്. പക്ഷേ ദൗത്യമെന്തെന്നറിയാത്ത മനുഷ്യൻ പിശാചിന്റെ രൂപം പ്രാപിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മുൻകാലത്ത് നമ്മൾ വിചാരിച്ചു വലിയ വലിയ പാപങ്ങൾ പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല. അവര് ഹൃദയത്തിൽ കട്ടി കുറഞ്ഞ ആളുകളാ, ഹൃദയം വളരെ ലോലമാ, അവര് പെട്ടെന്ന് കരയുന്ന സ്വഭാവമാ.
അവർക്ക് വലിയ പാതകങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു പെണ്ണ് ചെയ്തിട്ടുള്ള കൂടത്തായിലെ കൊലപാതകം 17 വർഷം കൊണ്ട് നടത്തിയ കൊലപാതകങ്ങളുടെ കണക്ക് പുറത്തു വരുമ്പോൾ കേരളം ഞെട്ടിയപ്പോൾ ഈ അടുത്ത് വന്ന പല കൊലപാതകങ്ങളുടെയും പിന്നിലെ പെണ്ണ് പ്രവർത്തിച്ചെന്ന് പറയുമ്പോൾ കാലം എങ്ങോട്ട് പോവുകയാ? കേരളത്തിന്റെ സംസ്കാരം എങ്ങോട്ട് പോവുകയാ? യുവതികൾ എങ്ങോട്ട് പോവുകയാ? യുവാക്കളുടെ ചിന്ത എങ്ങോട്ട് പോവുകയാ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതുകൊണ്ട് വീർപ്പുമുട്ടുന്ന ആളുകളോട് പറയുകയാ, പടച്ച തമ്പുരാൻ അവർക്കെല്ലാം അവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ആകാശഭൂമികൾ സംവിധാനിച്ചിട്ടുണ്ട്, അതിനെ ഉയർത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ട ഭൂമിയിൽ മറ്റുള്ള സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ട്. അഖ്റജ മിൻഹാ മാഅഹാ വമർആഹാ, അവർക്ക് കുടിക്കാനും കൃഷിക്കും അതുപോലെയുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം അല്ലാഹു നൽകിയിട്ടുണ്ട്, വായു അല്ലാഹു നൽകിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനെ വേണ്ടതുപോലെ വിനിയോഗിക്കാൻ കഴിയാത്തത് കൊണ്ട് അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങൾ മുമ്പോട്ട് വന്നുപോയി. അല്ലാഹു ചിന്തിക്കാൻ തൗഫീക്ക് തരട്ടെ, അല്ലാഹു ചിന്തിക്കാൻ തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യേകിച്ച് തീരദേശ പ്രദേശമായതുകൊണ്ട് ഓരോ മഴയും കാറ്റും പെയ്യുമ്പോഴും വീശുമ്പോഴും ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ആ റോഡിൻ്റെ അപ്പുറവും ഇപ്പുറമൊക്കെ ഉള്ള ആളുകളുടെ മനസ്സിലിങ്ങനെ വെള്ളിടി പൊട്ടുകയാ. പടച്ചവനെ, തിരമാലയുടെ ശബ്ദം എനിക്കതിൻ്റെ പൾസൊന്നും വല്ലാതെ അറിയില്ല, എന്നാലും കുറേയൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ടെന്നല്ലാതെ. പക്ഷേ ആ തിരമാലകളുടെ പൾസും ഒരു ശബ്ദവ്യത്യാസം പോലും അറിയാൻ നിങ്ങൾക്ക് ഇന്നൊരു മാറ്റം ഉണ്ടല്ലോ. ഇന്ന് ആ തിരമാലകളുടെ വരക്കത്തിനൊരു മാറ്റം ഉണ്ടല്ലോ, ഇന്ന് ആ ശബ്ദത്തിനൊരു മാറ്റം ഉണ്ടല്ലോ. തിരമാലകൾ നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾ അങ്ങോട്ടും സംസാരിക്കുന്ന രൂപത്തിൽ വളരെ ഭയപ്പാടോടുകൂടി ജീവിക്കുന്ന ആളുകളായി പരിസരത്തുള്ളത് അല്ലാഹു തആല എല്ലാ നിലക്കുമുള്ള സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്റെ ചാരിത്രത്തിന് പോലും വലിയ പ്രത്യേകത തന്നിട്ടുണ്ട്. നിന്നെ അപഹാസ്യപ്പെടുത്തുന്ന പോലും അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടമല്ല. പ്രിയപ്പെട്ട ഹബീബായ നബിതങ്ങളെ കുറിച്ച് പഠിച്ചോ പൊന്നുമോളെ? ഒന്ന് കേട്ടോ. മഹാനായ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ, ആ പുണ്യ പ്രവാചകൻ തനിക്കിഷ്ടപ്പെട്ട ഒരാള് പരിസരത്തുണ്ട് എന്ന് മറ്റൊരാൾക്ക് സ്വപ്നം കാണിച്ചു കൊടുക്കുകയാ. നബിയുടെ കാലത്തല്ല, നബിയുടെ കാലശേഷം ഹബീബെ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലമ തങ്ങൾ ഒരാൾക്ക് സ്വപ്നം കാണിച്ചു കൊടുക്കുക. എന്താ സ്വപ്നം? ഏത് സ്വപ്നമാ കാണിച്ചു കൊടുക്കുന്നത്? എനിക്കിഷ്ടമുള്ള എൻ്റെ റഫീഖായ ഒരാൾ. റഫീഖ് എന്ന് ചരിത്രത്തിൽ വളരെ അത്യപൂർവമായിട്ട് മാത്രമേ പ്രവാചകൻ ഉപയോഗിച്ചിട്ടുള്ളൂ. മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹു ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവിടുന്ന് ഉളു എടുക്കാനുള്ള വെള്ളവും അവിടുന്ന് കുടിക്കാനുള്ള വെള്ളവും അവിടുന്ന് കഴിക്കാനുള്ള ഭക്ഷണവും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞു കൂടെ നിന്ന് ചലന നിശ്ചലനങ്ങൾ അറിഞ്ഞ് കൂടെ നിൽക്കുന്ന റബീഅ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രവർത്തനം വല്ലാതെ ഇഷ്ടപ്പെട്ട ഹബീബായ പ്രവാചകൻ ചോദിക്കുന്നു, സൽ യാ റബീഅ, എന്താ ചോദിക്കാനുള്ളത് ചോദിച്ചോ, ഞാൻ തരാം. പവറുണ്ട്, അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. അള്ളാഹ് അറിയാതെ എവിടെ നിന്നെങ്കിലും കട്ടോണ്ട് വരുമെന്നുള്ള വിശ്വാസമൊന്നും സുന്നത്യമായത്തിനില്ല. ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. എത്ര വരെ? എത്ര നബി തങ്ങൾക്ക് എപ്പോഴാ മതി? ബസ് എന്ന് നബി പറയുന്ന എപ്പോഴാ അതുവരെ കൊടുക്കും. നബി പറയുന്ന എനിക്ക് മതി എന്ന് പറയുന്നവരെ കൊടുക്കും. അങ്ങനെ ഒരു ഓഫർ ദുനിയാവിൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് റബീഅ റളിയല്ലാഹു തആല അൻഹു കിട്ടിയ അവസരം മുതലാക്കിയിട്ട് ചോദിച്ചത് എന്താ? നബിയെ, ഇവിടെ നല്ല ഏറ്റവും മുന്തിയ തരം ഈന്തപ്പഴ പിടിക്കുലകളുള്ള നല്ലൊരു തോട്ടം എനിക്ക് വേണം. ആണോ? അല്ല, ഇവിടെയുള്ള നല്ല ചുവന്ന ഒട്ടകക്കൂട്ടങ്ങൾ എനിക്ക് വേണം. നബി എങ്ങനെങ്കിലും അതിനൊന്ന് ദ്വാരക്കുവോ? എനിക്ക് നല്ലൊരു മാളിക വേണം, എനിക്ക് നല്ലൊരു സുന്ദരിയായ തരുണിയെ വേണം, എനിക്ക് ഏതെങ്കിലും ഭൗതികതയിൽ അഭിരമിക്കുന്ന ഏതെങ്കിലും സന്തോഷങ്ങൾ വേണം. പറഞ്ഞോ? മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അങ്ങയോടൊപ്പം കിട്ടണം. അതാ സ്വർഗ്ഗം. അങ്ങയെ കാണാത്ത സ്വർഗ്ഗത്തിന് വാല്യൂ ഇല്ല. സഹാബികൾ അങ്ങനെ കണ്ടിട്ടില്ല.
കാരണം ഈ സ്വർഗം പോലും പടച്ചത് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. കാരണം അങ്ങുള്ളത് സ്വർഗത്തിന്റെ പുറത്താണെങ്കിൽ മീൻസ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റില്ലെന്നല്ല, സ്വർഗമല്ലാത്തൊരിടത്ത നബി ഉള്ളെങ്കിൽ എനിക്ക് അവിടെ മതി എന്നതിന്റെ അർത്ഥം. നബി സ്വർഗത്തിലായത് കൊണ്ട് എനിക്ക് ആ സ്വർഗത്തിൽ അങ്ങയോടൊപ്പം ഒന്ന് ഇരിക്കാനുള്ളൊരു സാഹചര്യത്തിന് വേണ്ടി ദ്വാരക്കണേ. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മഹാനായ റബീഅ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, റഫീഖാക എന്ന് പറഞ്ഞ് അങ്ങനെ അത്യപൂർവം ചില സന്ദർഭങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾക്ക് സ്വപ്നം കാണിച്ചു കൊടുത്തു. ഇത് നൈമിയുടെ വകയൊന്നുമല്ല. നമ്മുടെ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിന് ഒരു 40 ഹദീസ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഹദീസ് ഗ്രന്ഥമുണ്ട്. അതിനൊരു ശറഹുണ്ട്, അൽ ജവാഹിറുൽ ലുഅ്ലുഇയ്യ ഫി ശറഹിൽ 40 നവവിയ്യ എന്ന് പറയുന്നൊരു കിതാബുണ്ട്. ആ കിതാബിൽ ഈ വിഷയം കാണാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, റബീഅ റളിയല്ലാഹു തആല അൻഹുവിനോടുള്ള ആ റഫീഖ് മുറാഫഖത്ത് പോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എനിക്ക് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന, ഞാൻ റഫീഖായി പരിഗണിക്കുന്ന ഒരാൾ ഇന്ന സ്ഥലത്തുണ്ട്, നീ അയാളോട് നാളെ ചെന്ന് പറയണം. ഈ മനുഷ്യന് വല്ലാത്ത അത്ഭുതമായി. അള്ളാഹു റസൂൽ ആ സ്വപ്നം കണ്ടിട്ടുള്ളത്, നബിതങ്ങളെ സ്വപ്നം കണ്ടാൽ നബിതങ്ങൾ മാത്രമേ ആവൂ, വേറെ പിശാച് ആ കോലത്തിൽ വരൂല്ല. അള്ളാഹു കാണാൻ തൗഫീക്ക് തരട്ടെ. സ്വാലിഹീങ്ങളായി തന്നെ കാണാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതെന്താ അങ്ങനെ ദുആ ചെയ്തത്? സ്വാലിഹീങ്ങളല്ലാത്തവർക്കും നബിതങ്ങളെ കാണാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പറ്റും. അതെവിടെയാണ്? ഇമാം നവവി തങ്ങളുടെ ഫതാവ നവവിയിൽ അതിൻ്റെ അവസാന ഭാഗത്ത് റുഅയത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളെ കാണുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞ് ഇമാം നവവി തങ്ങളൊരു ചാപ്റ്റർ തന്നെ കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പറയുന്നതിൻ്റെ തൊട്ടടുത്ത ചാപ്റ്ററിൽ അവിടെ ഈ വിഷയം പറയുന്നുണ്ട്. കാണുന്ന വിഷയത്തിൽ സ്വാലിഹും ഗൈറു സ്വാലിഹും ഒക്കെ സവാ ആണ്. പക്ഷേ സ്വാലിഹായി കാണാൻ അള്ളാഹു തആല തൗഫീക്ക് തരട്ടെ. അത് നബിതങ്ങളുടെ കാരുണ്യമാണ്. കാരണം നബിതങ്ങൾ ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ട ആളല്ല. നാളെ പകൽ സമയത്ത് റോഡിന്റെ നടുക്കുന്നു നിന്നുകൊണ്ട് നമ്മുടെ പരിസരത്തുള്ള ഒരു ഹൈന്ദവ സഹോദരൻ പറയുകയാ, നിങ്ങളുടെ മാത്രം നബിയല്ല എന്റെയും കൂടെയാണെന്ന് പറഞ്ഞാൽ അവന് തിരുത്താൻ നിനക്ക് അവകാശം തന്നിട്ടില്ല വിശുദ്ധമായ ഖുർആൻ. അപ്പുറത്തോട്ട് ചെന്നപ്പോൾ മറ്റൊരു ക്രൈസ്തവ സഹോദരൻ പറയാടാ മമ്മൂഞ്ഞെ, എടാ ശുക്കൂറ, നിന്റെ നബി മാത്രമല്ല എന്റെ നബിയും കൂടാണെന്ന് പറഞ്ഞാൽ അവന് തിരുത്താനുള്ള അവകാശം അല്ലാഹുവിന്റെ ഖുർആൻ തന്നിട്ടില്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞെങ്കിൽ നിനക്ക് പറയായിരുന്നു നമുക്ക് മാത്രം റഹ്മത്തായിട്ടാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ആലമീൻ റഹ്മത്താണ്. മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്ക് മാത്രമല്ല, പക്ഷികൾക്ക് മാത്രമല്ല, പറവകൾക്ക് മാത്രമല്ല, ജീവനുള്ളതിനും ഇല്ലാത്തതിനും അള്ളാഹു എന്തെല്ലാം മഖ്ലൂഖാത്തുകളെ സൃഷ്ടിച്ചിട്ടുണ്ടോ അതിന്റെ മുഴുവനും നേതാവും റഹ്മത്തുമാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ സ്വാലിഹായിട്ട് തന്നെ നബിതങ്ങളെ കാണാനുള്ള വലിയ തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇദ്ദേഹം രാവിലെ എഴുന്നേറ്റു ആളുടെ അടയാളമൊക്കെ പറഞ്ഞു, വീടൊക്കെ കാണിച്ചു കൊടുത്തു. നബിതങ്ങൾ പറഞ്ഞ ആളിനെ കാണാൻ വേണ്ടി ചെന്നു. എൻ്റെ പെങ്ങന്മാർക്ക് വേണ്ടി സ്പെഷ്യലായിട്ടൊരു സാധനം പറയാ, ഒന്ന് ശ്രദ്ധിച്ചു എൻ്റെ ഉമ്മമാര്. അങ്ങനെ ചെന്നു, ഈ ചെറുപ്പക്കാരൻ്റെ അടുത്ത് ചെന്നു, മുട്ടി വിളിച്ചു. അയാൾ വന്നു. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ പ്രത്യേകത? നിങ്ങൾ എന്ത് ക്വാളിറ്റിയുള്ള അമലാ ചെയ്യുന്നത്? നിങ്ങൾ എന്ത് അമലാ ചെയ്യുന്നത്? എന്ത് പറ്റിയെന്ന് വെച്ചപ്പോ, ഇന്നലെ രാത്രിയില് 14 രാവിലെ പൂർണ്ണന്തുവിനെ പരാജയപ്പെടുത്തിയ മുഖഗമനമുള്ള പ്രവാചകനുണ്ടല്ലോ, ആ പ്രവാചകൻ എൻ്റെ സ്വപ്നത്തിൽ വന്നു പൊന്നുമോനെ. എന്നിട്ട് പറഞ്ഞു, നിന്റെ കൂട്ടുകാരനായിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം റഫീഖായിട്ട് നബി തങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അതിന് വലിയ അർത്ഥമാണ് ആ വാക്കിന്. വിശദാംശങ്ങളിലേക്ക് പോകാനുള്ള സമയം പോരാ. റഫീഖായി നിന്നെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നീ അടുത്ത സമയത്ത് എന്ത് നന്മയാ ചെയ്തതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ കാര്യമായിട്ട് നന്മയും ചെയ്യുന്നിട്ടില്ല, നിങ്ങളെപ്പോലെ തന്നെയാണ്. നിങ്ങളെപ്പോലെ തന്നെയുള്ള പ്രധാനപ്പെട്ട ആരാധനകൾ മാത്രമേ എനിക്കുള്ളൂ, പ്രത്യേകിച്ച് ക്വാളിറ്റി ഒന്നുമില്ല. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഈ അടുത്ത് വിവാഹം കഴിഞ്ഞു. അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ. അല്ലാഹു തആല അനുയോജ്യമായ ഇണകളെ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ഉപ്പമാര് ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദുആ അല്ലാതെ ഒരു രക്ഷയില്ല. കാരണം കെട്ടി 10 ദിവസം കഴിയുമ്പോഴേ അവൻ്റെ ഗുണം അറിയാൻ പറ്റും. നീ ആരൊക്കെ ഏതൊക്കെ മധു പറഞ്ഞാലും എൻ്റെ ഉള്ളിലുള്ളത് പുറത്ത് വരണമെങ്കിൽ 10-15 ദിവസം കഴിയണം, അല്ലെങ്കിൽ 10 മാസം കഴിയണം. അല്ലാഹു തആല നല്ല ഇണകളെ കൊടുക്കുമാറാകട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും പെൺകുട്ടികൾ ആവശ്യമുള്ളവർക്ക്
അങ്ങനെയും ആൺകുട്ടികൾ ആവശ്യമുള്ളവർക്ക് അല്ലാഹു തആല നല്ല ഖൈറായ സ്വാലിഹീങ്ങളായ സ്വാലിഹാത്തുകളായ കണ്ണിന് കുളിർമയുള്ള സന്തോഷമുള്ള സദ്വൃദ്ധകളായ അടിമകളെ കൊണ്ട് അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം ഉറപ്പിച്ചിട്ടുള്ള ഇവരുടെ കുടുംബജീവിതത്തിൽ ഇവരുടെ വിവാഹം നല്ല ഹലാലായ നിലക്ക് നടക്കാനും നല്ല റാഹത്തായി നടക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. കാരണം ഇപ്പോൾ കള്ളു കുടിക്കാൻ അറിയാത്ത ഒരുപാട് ആളുകൾ കൂടിക്കൂടി വരുന്ന കാലമാണ്. കഞ്ചാവ് എന്ന് പറയുന്ന സാധനം ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ആളുകൾ കൂടിക്കൂടി വരുന്ന കാലമാണ്. അതുപോലെ ഡ്രഗ്സുകൾ എന്ന് പറയുന്ന സാധനം എങ്ങനെ ഇരിക്കും, ഇതൊന്നും അറിയില്ലല്ലോ, ഇങ്ങനെ കേട്ടിട്ട് പോലും ഇല്ലല്ലോ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്ന കാലമാണ്. ആണോ? അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചെറിയ പ്രിയപ്പെട്ട മക്കൾ പഠിക്കുന്ന, പിഞ്ചു മക്കൾ പഠിക്കുന്ന കലാലയമുറ്റങ്ങൾ പോലും മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും അഡിക്റ്റുകളായി മാറാൻ വേണ്ടി വിപണനക്കാരന്റെ പ്രിയപ്പെട്ടവരെ കഴുകന്മാരെ പോലെ നമ്മളെ മക്കളെ പിടിക്കാൻ വേണ്ടി ചുറ്റിത്തിരിയുന്ന കാലവാ. ക്രൈമുകൾ എത്രയുണ്ട്! ചെറിയ മക്കളുടെ പാഠപുസ്തകത്തിന്റെ ഇടയിൽ നിന്നും പിടിച്ചെടുത്ത പൊതികള് ഒരു ഉമ്മായ്ക്കും സഹിക്കൂല ഉമ്മ, ഒരു വാപ്പായ്ക്കും താങ്ങൂല. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നമ്മളെ മക്കളെ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. എത്ര പ്രൊട്ടക്ഷൻ കൊടുത്താലും ക്യാമറ ഇപ്പൊ അവരുടെ തലയുടെ മുകളിൽ വെച്ച് കൊടുക്കാൻ പറ്റുമോ? എന്ത് സംവിധാനം ചെയ്യും? അള്ളാഹുവിനോട് ദ്വാരുന്നോ? റബ്ബിന്റെ കാവലിലെ കബൂലിയത്ത് കിട്ടിയാൽ മതി, പിന്നെ ഒരു ക്യാമറയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഇഖ്ലാസോടെ മക്കൾക്ക് വേണ്ടി ദ്വാരുന്നോ? ഈ മക്കളാണ് നാളത്തെ തലമുറ, ഈ മക്കളാണ് നാളത്തെ യുവത്വം. അള്ളാഹു ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ ശ്രദ്ധിച്ചോ, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ ആളിന്റെ കല്യാണം കഴിഞ്ഞു. അയാൾ പറയുന്നു, ഈ അടുത്തെന്റെ കല്യാണം കഴിഞ്ഞു. കല്യാണത്തിന്റെ അന്ന് രാത്രി പുത്തനുടുപ്പിന്റെ പുതുമണവും അത്തറിന്റെ നറുമണവുമായി പ്രിയപ്പെട്ട എൻ്റെ സഹധർമ്മിണിയുടെ റൂമിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ അവൾ അസ്വസ്ഥതയോടുകൂടിയിരിക്കുകയാ. എന്താ അസ്വസ്ഥത? നിങ്ങൾ ഉദ്ദേശിച്ച അസ്വസ്ഥതയൊന്നുമല്ല. അവൾ പൂർണ്ണ ഗർഭിണിയാണ്. അവൾ പൂർണ്ണ ഗർഭിണിയാണ്. പേറ്റുനോവെടുത്തിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആദിരാത്രിയിൽ കണ്ടുമുട്ടേണ്ട ഒരു സാഹചര്യം വരുന്ന ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനോവികാരം എന്തായിരിക്കും? പൂർണ്ണമൊന്നും ആവണ്ടല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കോളിന്റെ, ഒരു മൊബൈൽ ഫോണിന്റെ ഇഷ്കാല് വന്നാൽ തന്നെ സുബ്ഹാനല്ലാഹ്, ലക്കും ദീനുക്കും വലിയ ദീൻ, നീ നിന്റെ വാപ്പായും പോയിക്കോ, ഞാനും എൻ്റെ വാപ്പ കഴിഞ്ഞ് അല്ലേ. ഗർഭിണിയാവണ്ട, പൂർണ്ണമാവണ്ട, ഒരു ദുഃഖം നടക്കണ്ട. അതിനു മുമ്പ് തന്നെ സുബ്ഹാനല്ലാഹ് ഓക്കെ. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ അല്ലാഹു തആല പരസ്പരം ഐക്യവും സമാധാനവും സന്തോഷവും രഞ്ജിപ്പും അല്ലാഹു നൽകുമാറാകട്ടെ. പുറത്തൊക്കെ നോക്കിയാൽ നല്ല വെള്ളം ഇട്ട് നല്ല ഉഷാറായി തോളൊക്കെ പൊക്കി കതറും ചെരുപ്പൊക്കെ ഉള്ള ചെരുപ്പും റാടോ വാച്ചൊക്കെ ഇട്ട് നല്ല ഉഷാറായി കൈമീശി നടക്കും. പക്ഷേ ഉള്ളിൽ വെള്ളടി പൊട്ടുന്ന ആരും കേൾക്കുന്നില്ല. ഭാര്യയുടെ കയ്യിൽ മുട്ടി ഇടി കിട്ടിയിട്ടാണ് പുറത്തിറങ്ങിയത്, ആരും കാണുന്നില്ല. കാണുമ്പോൾ നല്ല റാഹത്തായി ചിരിക്കുന്നു, സന്തോഷിക്കുന്നു. അവൻ്റെ അരമനയുടെ അകത്തളത്തിലുള്ള അഗ്നിജ്വാലകളെ പുറത്ത് കാണിക്കാൻ പറ്റാതെ അവൻ തൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ട് അവൻ്റെ ഓഫീസിലും ജോലി സ്ഥലത്തും കടലിന്റെ നടക്കും. അവന്റെ ഭാര്യയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ എത്രയോ കുടുംബനാഥന്മാരാ പ്രയാസപ്പെടുന്നത്. അതുപോലെ എത്ര കുടുംബിനികളാ പ്രയാസപ്പെടുന്നത്. പടച്ചവനെ, എവിടെയൊക്കെ അത് വാരപ്പിച്ചിട്ടും അങ്ങേരുടെ കള്ളുകൂടി തീരുന്നില്ലല്ലോ, അങ്ങേരുടെ അസാൻമാർഗിക പ്രവർത്തനങ്ങൾ തീരുന്നില്ലല്ലോ. എന്ത് വിധിയാ എനിക്ക് കണ്ണുനീരോടെ കടിയേണ്ടി വരുന്ന പ്രിയപ്പെട്ട സഹോദരിമാരുടെ കണ്ണുനീരും വിലാപവും കൂടിക്കൂടി വരുന്ന കാലം അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. കൊണ്ടുവരുന്ന ബക്കറ്റിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഇടാനുള്ള തൗഫീഖ് നൽകട്ടെ. വലിയ സംഭാവനകൾ തന്നെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നോക്കട്ടെ, ആമീൻ സ്വീകരിച്ചു കൊണ്ടുപോയി മക്കളെ, കൊണ്ടുപോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും നല്ല ഹദിയകൾ ഇട്ടോ, നല്ല റാഹത്ത് ഇൻഷാ, നല്ല ഇഖ്ലാസോടെ. കാരണം ഹബീബിൻ്റെ സ്വലാത്തിലെ സദസ്സാണ്. ഇഖ്ലാസോട് ഇട്ടോ. സദസ്സിൽ വെച്ചുണ്ടായ അത്ഭുതങ്ങൾ പറയാനുണ്ട്, സമയം പോരാ. നല്ല മനസ്സ് വെച്ചിട്ടോളൂ, ഒരു കുറവും അല്ലാഹു തആല അതിൻ്റെ പേരിൽ വരുത്തൂല. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിച്ചു. ഞാൻ ഈ വിഷയം പറയുന്നു. ഇനിയിപ്പോൾ ബക്കറ്റിലേക്ക് വരൂല. ബക്കറ്റിൽ കണ്ടറിഞ്ഞ് നിങ്ങൾ കൈകാര്യം ചെയ്യണം. കൊമ്പൻ സ്രാവിനെ തന്നെ ഇടണം. ചെറിയ മത്തി പിടിച്ചിനകത്തിടണ്ട. നല്ല കൊമ്പൻ സ്രാവിനെ പിടിച്ചിട്ടു. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സഹായിക്കുന്നതിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സഹായിക്കുമാറാകട്ടെ. വലിയ ഇവിടെ എനിക്ക് മുമ്പ്
പ്രഭാഷണം നടത്തിയ പ്രഭാഷകൻ പറഞ്ഞതുപോലെ ഒരുപാട് മാരകമായ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന പട്ടിണി പാവങ്ങളുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനം കൊണ്ട് കൈനീട്ടാതെ കടം വാങ്ങി കടപ്പാടം പോലും പണയപ്പെടുത്തണോ എന്ന് ആലോചിച്ച് ആകുലപ്പെടുന്ന പാവപ്പെട്ടവരുണ്ട്. റബ്ബേ, അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ്സ് നൽകണേ അല്ലാ, അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ക്യാൻസർ, എയ്ഡ്സ്, അതുപോലെയുള്ള മാരക ഭീകര ബീഭത്സ രോഗങ്ങളിൽ നിന്നും അല്ലാഹുവേ സദഖയുടെ ബറക്കത്ത് കൊണ്ട് പൂർണ്ണമോചനവും ആഫിയത്തും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അതുകൊണ്ട് സഹോദരിമാരുടെ അടുക്കലേക്ക് ബക്കറ്റ് പോയി നിങ്ങൾ നല്ലത് ഇട്ടോ. ഇനിയിപ്പോൾ ഒരു സഹോദരി ചിന്തിക്കുക, ഉസ്താദെ ഒരു ചിരി സ്വർണം തന്നാൽ, ഒരു ചിരി സ്വർണം ആ ബക്കറ്റിലിട്ടാൽ എന്തെങ്കിലും ദേഷ്യം വരും, നിങ്ങളുടെ സ്വഭാവം ഒന്നും നമുക്കറിയാൻ വയ്യ, നിങ്ങൾ പാനൂരുകാരാ, ഇനി പൈസ മാത്രം ചോദിച്ചുകൊണ്ട് അങ്ങനൊന്നും ഒരു വിഷമമില്ല. നിങ്ങളുടെ കയ്യിലുള്ള സ്വർണ്ണമാണോ, കല്ലൊന്നും പറക്കി ഇട്ട് കളയരുത്, സ്വർണ്ണമാണോ നല്ല റാഹത്തായിട്ട് നല്ല നീയത്തിലിട്ടോ. അൽഹംദുലില്ലാ, ഈ നാട്ടിൽ സ്വർണ്ണമൊക്കെ ഉരുക്കൊടുത്ത പാരമ്പര്യമുണ്ട്. അതൊരു അത്ഭുതമായിട്ടൊന്നും പറയാനില്ല. ഒരുപാട് സ്വർണ്ണങ്ങൾ ഉരുക്കൊടുത്ത നല്ല നല്ല മനസ്സിൻ്റെ ഉടമസ്ഥകളായ ഉമ്മമാരും പെങ്ങന്മാരുമുള്ള നാടാ. ഇൻഷാ അല്ലാ ബക്കറ്റുമായി തിരിഞ്ഞു വരുമ്പോൾ, അല്ലെങ്കിൽ അവരിങ്ങ് വന്നതിന് ശേഷം ഇൻഷാ അല്ലാ ലാസ്റ്റ് മൂമെൻറ്റിൽ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ.